മോർണിംഗ് എല്ലാ പ്രേക്ഷകർക്ക് മോർണിംഗ് വൈബ്സിലേക്ക് സ്വാഗതം. മോർണിംഗ് വൈബ്സിൽ നമ്മൾ വർത്തമാനങ്ങളൊക്കെ ആയിട്ട് പോവുകയാണ്. അപ്പോൾ ഇന്നലെ രാത്രി ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ഒരു വലിയ പ്രതിഷേധം നടന്നു. ബന്ധുക്കളുടെ ഭാഗത്തുനിന്ന് ഒരു രോഗി 70-കാരിയായിട്ടുള്ള ഉമൈബ എന്നുള്ള രോഗി മരിച്ചതിനെ തുടർന്നാണ് ചികിത്സ വേണ്ടത്ര നൽകിയില്ല എന്നുള്ളതാണ് ബന്ധുക്കളുടെ പരാതി. അപ്പോൾ ആ വാർത്തയിലേക്കാണ് നമ്മൾ ആദ്യം പോകുക. ഇനി സംസ്ഥാനത്ത് പരക്കെ മഴയാണ്. ഇന്ന് 3 ജില്ലകളിൽ യെല്ലോ അലേർട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കൂടെയൊക്കെ കരുതിക്കോ, മഴയുണ്ടാകും. ചൂടൊക്കെ മാറി മഴയിലേക്ക് എത്തുന്ന സാഹചര്യമാണ്. പന്തീരാങ്കാവിലെ ആ ഗാർഹിക പീഡന കേസിൽ നമ്മളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഇങ്ങനെ വളരെ ഞെട്ടലോടുകൂടി കേട്ട ഒരു വാർത്തയാണ്. അപ്പോൾ അതിൽ മുൻകൂർ ജാമ്യം തേടി കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് പ്രതി രാഹുൽ. അപ്പോൾ ആ വാർത്തയിലേക്ക് എത്തും. നമ്മുടെ വിവിധ റിപ്പോർട്ടർമാർ പലയിടത്തുനിന്നായി ചേരുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ അടുത്ത 1 മണിക്കൂർ നമ്മൾ ഈ വാർത്തകളൊക്കെയായി ചേരാം. മോർണിംഗ് വൈബ്സിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഞാൻ നേരെ പോവുകയാണ്. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ മൃതദേഹവുമായി അർദ്ധരാത്രി ബന്ധുക്കളുടെ പ്രതിഷേധമുണ്ടായി. 70-കാരി ഉമൈബ മരിച്ചത് ആശുപത്രിയുടെ അനാസ്ഥ മൂലമാണെന്നാണ് ആരോപണം. പനി ബാധിച്ച ഉമൈബയെ 25 ദിവസം മുൻപാണ് വണ്ടാനം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചത്. ന്യൂമോണിയ മൂർച്ഛിച്ചതിനെ തുടർന്ന് ചൊവ്വാഴ്ച കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയെങ്കിലും ഇന്നലെ വൈകിട്ട് മരണം സംഭവിച്ചു. ഗുരുതരാവസ്ഥയിലായിട്ടും ഡോക്ടർമാർ തിരിഞ്ഞു നോക്കിയില്ല എന്നാരോപിച്ചാണ് മൃതദേഹവുമായി എത്തി ബന്ധുക്കൾ പ്രതിഷേധിച്ചത്. ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് എതിരായിട്ടാണ് ഞാൻ സംസാരിക്കുന്ന. ഇത് ഇവിടെ ആരൊക്കെ ഉണ്ടോ അവരൊക്കെ നിൽക്കുന്ന പല രാഷ്ട്രീയത്തിൽപ്പെട്ടവരാ. രാഷ്ട്രീയത്തിന്റെ വിഷയമല്ല ഈ സംസാരിക്കുന്നത്. ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ രാഷ്ട്രീയം ഒന്നും ഇതിന്റെ മേലെ എടുത്ത് കെട്ടുകയും വേണ്ട. ഇവിടെ ഉമ്മായെ കൊണ്ടുവന്ന് പനിയുമായിട്ട് കൊണ്ടുവന്ന ഉമ്മാടെ പനി കൂടിയിട്ട് അത് ന്യൂമോണിയ ആയിട്ട് മരിച്ചു എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ എന്താ ഇവിടെ ചെയ്യേണ്ടത്? 24 ദിവസമോ 3 പ്രാവശ്യമായിട്ട് ഇവിടെ അഡ്മിറ്റ് ചെയ്ത്. ഇവിടെ മെഡിസിൻ ഡോക്ടർ വളരെയധികം മിസ്ബിഹേവ് എന്നോട് ചെയ്ത്, അക്രമമാണ് ചെയ്തത്. ആരെ നോക്കണം, എപ്പോ നോക്കണമെന്നൊക്കെയാണ് എന്നോട് ഡോക്ടർ പറഞ്ഞത്. നട്ടലൂത്തി പരിശോധിക്കാൻ സൂപ്രണ്ട് വിളിച്ച് പറഞ്ഞപ്പോ ഇവിടുത്തെ PG ചോദിക്കാൻ എന്താണെന്നറിയാമോ? ഏത് സൂപ്രണ്ട്, ആരെ നോക്കണം, എപ്പോ നോക്കണം ഞങ്ങൾ തീരുമാനിച്ചോളാം. സാധാരണക്കാരോട് ഇതാണ് പറയണ്ട. 24 ദിവസം ഞാൻ ഈ ഹോസ്പിറ്റലിലെയും ഇവിടുത്തെ ഡോക്ടർമാർ, ഞാൻ സാറിനോട് സംസാരിക്കുന്നത് ഇല്ല സാറേ. ഞാൻ ഇവിടെ വന്നിട്ട് എന്റെ ഉമ്മയെ 3 പ്രാവശ്യം അഡ്മിറ്റ് ചെയ്ത്. ഈ ഹോസ്പിറ്റലിനെയും ഇവിടുത്തെ ഡോക്ടർമാരെയും അടിയുറച്ച് വിശ്വസിച്ചിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. എന്റെ മുഖം ഇവിടെ പല സ്റ്റാഫിനും അറിയാം, പല പേഷ്യൻസിനും വേണ്ടി ഞാൻ ഇവിടെ കിടന്ന് ഓടുന്നതാണ്. ആ എന്റെ ഉമ്മയാണ് കിടക്കുന്നത്. ഞാൻ ഇവിടെ ഇരിക്കും, സൂപ്രണ്ട് ഇവിടെ വന്ന് ഇതിന് പരിഹാരം ഉണ്ടാക്കണം. HOD അമ്പിളി മാഡം ഒരു പ്രാവശ്യം പോലും എന്റെ ഉമ്മയെ വന്ന് നോക്കിയില്ല. തികഞ്ഞ അവഗണനയും അനാസ്ഥയും എന്ന് പറയുന്നത് 2 കൊടും കുറ്റങ്ങൾ കൊണ്ടാണ് എന്റെ ഉമ്മ. ഇത് ഇവിടെ ഡ്യൂട്ടി ചെയ്യുന്ന ഈ സെക്യൂരിറ്റിമാരുടെ ഉൾപ്പെടെ വീട്ടിലുള്ള ആളുകൾക്ക് ഒരു വയ്യാഴിക വന്ന് ഇവിടെ വന്നു കഴിഞ്ഞാൽ അതിന് മര്യാദക്കുള്ള ചികിത്സ പലപ്പോഴും കിട്ടാറില്ല. ഞാൻ ഇവിടെ ഈ 1 മാസം കടന്ന് ഓടിയപ്പോൾ പല ആൾക്കാർ, ഇവിടുത്തെ പല സ്റ്റാഫും പറഞ്ഞതാ അവരുടെ വീട്ടിൽ നിന്ന് ഓരോരുത്തരെ കൊണ്ടുവന്നിട്ട് അവര് വിഷമിച്ചു പോയിട്ടുണ്ട് മക്കളെ എന്ന്. മനസ്സിലായ? ഇതിപ്പോ ഞാൻ എന്റെ ഉമ്മായം കൊണ്ടുവന്ന് ഇവിടെ ഈ കിടപ്പ് ഇവിടെ കിടക്കുന്നത് എന്താണെന്നറിയാവോ? ഇത് ഈ പറയുന്ന സാധാരണക്കാർക്ക് ഈ ഒരു ഹോസ്പിറ്റലേ ഉള്ളൂ. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് കോട്ടയത്തും അവിടെ ഇവിടെ ഒന്നും കൊണ്ടുപോകാനുള്ള കെൽപ്പ് ഇവിടെ സാധാരണക്കാർക്കില്ല. ഇവിടുന്ന് എത്ര മരണം നടക്കുന്നുണ്ട്, എങ്ങനെയൊക്കെയാ മരിക്കുന്നത്, എന്തൊക്കെയാണെന്ന് ആരെങ്കിലും തിരക്കുന്നുണ്ടോ? മര്യാദക്കുള്ള മെഡിസിൻ ഉണ്ടാകുന്ന നോക്കുന്നുണ്ടോ? എന്തേലും പറഞ്ഞ ഉടനെ സർക്കാരിനെതിരെ പറഞ്ഞെന്ന്. സർക്കാരിനെതിരെ ഒന്നുമല്ല, ഞങ്ങൾ പല രാഷ്ട്രീയത്തിൽപ്പെട്ട ആൾക്കാരാ. ഞങ്ങളുടെ രാഷ്ട്രീയം ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ട് അവകാശപ്പെട്ട ഞങ്ങളുടെ ചികിത്സ ഇവിടെ കിട്ടണം. മനസ്സിലായില്ലേ? സുരക്ഷിതമായിട്ട് ഇവിടെ സമാധാനത്തെ ജീവിക്കാൻ പറ്റണം. മനസ്സിലായോ? ഇവിടെ ഉമ്മായെ കൊണ്ടുവന്ന് പനിയുമായിട്ട് കൊണ്ടുവന്ന ഉമ്മാടെ പനി കൂടിയിട്ട് അത് ന്യൂമോണിയ ആയിട്ട് മരിച്ചു എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ എന്താ ഇവിടെ ചെയ്യേണ്ടത്? 24 ദിവസമോ 3 പ്രാവശ്യമായിട്ട് ഇവിടെ അഡ്മിറ്റ് ചെയ്ത്. ഇവരുടെ അനാസ്ഥയും അവഗണനയും കൊണ്ടാണ് ഈ കിടക്കുന്നത്. ഇത് അറിയിക്കാനാണ് ഞാൻ ഇവിടെ വന്നത്. സാർ എനിക്ക് വേണ്ടിയിട്ട് ഇവിടെ വിളിച്ച്, സാർ ഓർക്കുന്നുണ്ടോ നട്ടലൂത്തി പരിശോധിക്കാൻ പറഞ്ഞത്? PG വന്നിട്ട് ചോദിച്ചത് ഏത് സൂപ്രണ്ടെന്ന്. സാറിന് പോലും ബഹുമാനം ഇവിടെ കിട്ടത്തില്ലെങ്കിൽ ഈ സാധാരണക്കാരെ ഞാൻ എന്താ ചെയ്യുന്നത്? എന്നെ പെറ്റുപോറ്റിയ ഉമ്മായി കിടക്കുന്ന ഞാനേന്നും പറഞ്ഞ് നടന്ന എന്റെ ഉമ്മായി കിടക്കുന്ന പോരടിച്ച് ഒരു വീട് തട്ടിക്കൂട്ടി എന്നെ അതിനകത്തൊന്ന് സെറ്റിൽ ചെയ്യിച്ചത്. അത്രയും എന്നെ എനിക്ക് വേണ്ടി മെനക്കെട്ട ഉമ്മായി. ശരണ്യ സ്നേഹജൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ശരണ്യ, ഈ പ്രതിഷേധം അത് എത്ര മണി വരെ നീണ്ടു? ഒടുവിൽ എങ്ങനെയാണ് പിൻവാങ്ങിയത് ബന്ധുക്കൾ?
എൽദോ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വണ്ടാനം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട ഗുരുതര ആരോപണമാണ് അവിടെ ചികിത്സ തേടിയ ആളുകൾ ഉന്നയിച്ചു വരുന്നത്. കഴിഞ്ഞ ദിവസം പ്രസവത്തിന് ശേഷം അമ്പലപ്പുഴ സ്വദേശിനിയായ ഷിബിന എന്ന പെൺകുട്ടി അവിടെ പ്രസവശേഷം പിന്നീട് അണുബാധയെ തുടർന്ന് മരിച്ചിരുന്നു. ഈ സംഭവത്തിൽ വലിയ പ്രതിഷേധം ആശുപത്രിയിൽ ഉണ്ടാവുകയും അന്നും ചികിത്സാ പിഴവാണ് അല്ലെങ്കിൽ അനാസ്ഥയാണ് അധികൃതരുടെ മരണത്തിലേക്ക് നയിച്ചതെന്നും പറഞ്ഞിരുന്നു. സമാനമായ സാഹചര്യം തന്നെയാണ് ഇന്നലെ ഈ വിഷയത്തിലും ഉണ്ടായിട്ടുള്ളത്. അതായത് 25 ദിവസമായി ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്ന ആളാണ് പിന്നീട് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെടുകയും മരണപ്പെടുകയും ചെയ്തിട്ടുള്ളത്. ഈ ഉമൈബയുടെ കേസ് ആദ്യഘട്ടം മുതൽ തന്നെ ബന്ധുക്കൾ ആശുപത്രിയിൽ അനാസ്ഥയാണെന്ന രീതിയിൽ നമ്മൾ മാധ്യമപ്രവർത്തകരടക്കം ബന്ധപ്പെട്ട് പറയുന്നുണ്ടായിരുന്നു. അതായത് 25 ദിവസം ആദ്യം പനിയുമായാണ് ഉമൈബയെ അവിടേക്ക് എത്തിച്ചത്. അതിനുശേഷം അത് പിന്നീട് ആശുപത്രിയിൽ വെച്ച് തന്നെയാണ് ന്യൂമോണിയ ആയതെന്നുള്ളതാണ് ബന്ധുക്കൾ പറയുന്നത്. അതായത് വേണ്ടത്ര ചികിത്സ ലഭിക്കാതെ വാർഡിൽ കിടക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് ആ ബന്ധുക്കൾ തന്നെ പ്രതിഷേധിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിലെ ICUവിലേക്ക് മാറ്റുകയും പ്രത്യേക ചികിത്സ നൽകാനുള്ള ശ്രമം ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തത്. എന്നാൽ ഈ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിലേക്ക് മാറ്റിയതിനു ശേഷം പിറ്റേ ദിവസം തന്നെ ഉമൈബയെ കോട്ടയത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുകയായിരുന്നു. അങ്ങനെ കോട്ടയത്തേക്ക് മാറ്റുന്ന ഘട്ടത്തിൽ തന്നെ രോഗിയുടെ അവസ്ഥ ഗുരുതരാവസ്ഥയായിരുന്നു എന്നുള്ളതാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത്. അതായത് ഈ മരണം അല്ലെങ്കിൽ മറ്റൊക്കെ പ്രശ്നങ്ങൾ ഇവിടെ വെച്ച് സംഭവിക്കുന്നുള്ള രീതിയിൽ ബോധപൂർവം അങ്ങോട്ട് മാറ്റിയതാണ് എന്നുള്ളതാണ് ഈ ബന്ധുക്കൾ വ്യക്തമാക്കുന്നത്. ഇന്നലെ രാത്രി 10 മണിയോടുകൂടി ഉമൈബ മരിച്ചു. അതിനുശേഷം രാത്രി 12 മണിയോടുകൂടിയാണ് ബന്ധുക്കൾ മൃതദേഹവുമായി ആലപ്പുഴ മെഡിക്കൽ കോളേജിന് മുന്നിലേക്ക് എത്തിയത്. അവിടെ 1 മണിക്കൂറോളം നീണ്ട പ്രതിഷേധത്തിന് ശേഷം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് അബ്ദുൽ സലാം എത്തി പിഴവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പരിശോധിക്കാമെന്നും അന്വേഷിക്കാമെന്നും ഉറപ്പ് നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് ബന്ധുക്കൾ മൃതദേഹവുമായി പിരിഞ്ഞു പോകാൻ തയ്യാറായിട്ടുള്ളത്. ഇതിൽ കഴിഞ്ഞ ദിവസം ഈ ഷിബിന എന്ന പെൺകുട്ടി മരിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് അവരുടെ ഭർത്താവ് അൻസറും ഇത് സമാനമായ രീതിയിൽ ആശുപത്രിയിൽ ഉണ്ടായ വീഴ്ചയാണെന്നും ഈ അണുബാധയെ തുടർന്ന് ആശുപത്രിയിൽ നിന്ന് തന്നെയാണ് അണുബാധ ഉണ്ടായതെന്നാണ് അന്ന് കുടുംബം ആരോപിച്ചത്. മാത്രമല്ല അണുബാധയെ തുടർന്ന് പിന്നീട് വണ്ടാനം മെഡിക്കൽ കോളേജിൽ വീണ്ടും ചികിത്സ തേടുകയും അവിടുന്ന് ICUവിൽ നിന്നും ICU ബെഡ് ഒഴിവില്ലാത്തതിനെ തുടർന്ന് പൂർണ്ണമായും രോഗം മാറാതെ ഷിബിനയെ വാർഡിലേക്ക് മാറ്റിയെന്നായിരുന്നു അൻസറും കുടുംബവും ഉന്നയിച്ചത്. വാർഡിലേക്ക് മാറ്റിയതിനു ശേഷം രണ്ടാമത്തെ ദിവസമാണ് രോഗം മൂർച്ഛിക്കുകയും ഷിബിന പിന്നീട് മരണത്തിലേക്ക് പോവുകയും ചെയ്തത്. അത്തരത്തിൽ ഈ പൂർണ്ണമായ രോഗം മാറുന്ന സാഹചര്യം പോലും കണക്കിലെടുക്കാതെ ഡോക്ടർമാർ സാധാരണക്കാരായ നിർധനരായ രോഗികളെ വാർഡിലേക്ക് അടക്കം മാറ്റുന്നു എന്നുള്ള ആരോപണം ഉന്നയിക്കുന്നു. ഈ കേസിൽ തന്നെ ഉമൈബയുടെ കേസിൽ തന്നെ അവർ പറഞ്ഞത് അവിടെ പനിയുമായി എത്തിയ രോഗി പിന്നീട് അവിടെ വെച്ച് തന്നെയാണ് ന്യൂമോണിയ സ്റ്റേജിലേക്ക് പോകുന്നതും പിന്നീട് വേണ്ടത്ര ചികിത്സ ന്യൂമോണിയയിലേക്ക് കടക്കുന്ന ഘട്ടത്തിലും വാർഡിൽ തന്നെ ഇടുകയും ക്രിട്ടിക്കലായിട്ടും അതിനെ ആ രീതിയിലുള്ള പരിചരണം ലഭ്യമായിട്ടില്ല എന്നുള്ളതുമാണ് ആ കുടുംബം ആരോപിക്കുന്നത്. കുടുംബത്തിന്റെ നിർബന്ധത്തെ തുടർന്നാണ് പിന്നീട് സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിലേക്ക് വിദഗ്ധ ചികിത്സക്കായി മാറ്റുന്നത് എന്നുള്ളതാണ്. പക്ഷെ അവിടെയും 1 ദിവസത്തിന് ശേഷം ഉമൈബയെ ഡിസ്ചാർജ് ചെയ്യുകയും പിന്നീട് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയും ചെയ്തു എന്നുള്ളതാണ്. ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം എൽദോ അറിയാമല്ലോ, മറ്റ് ആശുപത്രികളൊന്നും തന്നെ ഇല്ലാത്ത ഒരു സ്ഥലമാണ്. സാധാരണക്കാരായ ജനങ്ങൾ, തീരദേശത്തുള്ള ജനങ്ങൾ അവർക്കൊക്കെ ആശ്രയിക്കാൻ ആകെയുള്ളത് ഈ വണ്ടാനം മെഡിക്കൽ കോളേജാണ് എന്തെങ്കിലും ഒരു എമർജൻസി കേസ് വന്നാൽ പോകാനുള്ള സാഹചര്യം അവിടെ മാത്രമാണ് ഉള്ളത്. ബാക്കിയുള്ള ആശുപത്രികളൊന്നും അത്ര വലിയ ആശുപത്രികളോ മറ്റു സംവിധാനങ്ങളോ ഒന്നുമില്ല. എല്ലാ സുരക്ഷയും കിട്ടേണ്ടത് അവിടെയാണ്. പക്ഷെ അവിടെ വേണ്ടത്ര ഇത്തരത്തിൽ ഒരുപാട് ബ്ലോക്കുകൾ കഴിഞ്ഞ ദിവസം MICU അടക്കം അടച്ചിട്ടത് അവിടെ സ്റ്റാഫ് ഷോർട്ടേജ് ഉണ്ട് എന്നുള്ള പേരിലാണ്. അത്തരത്തിൽ ICU ഇല്ല അല്ലെങ്കിൽ വെന്റിലേറ്റർ സംവിധാനം ഇല്ല എന്ന് പറഞ്ഞ് ഇവർ രോഗികളെ ഒഴിവാക്കുമ്പോഴും പല ബ്ലോക്കുകളും സംവിധാനങ്ങൾ ഉൾപ്പെടെ അടഞ്ഞു കിടക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ നിരന്തരം പ്രശ്നങ്ങൾ ഉയർന്നിട്ടും ഇതിനകത്ത് ഒരു പരിഹാരം കാണാനോ ഈ വിഷയങ്ങളിൽ കൃത്യമായ നടപടി സ്വീകരിക്കാനോ ആരോഗ്യ വകുപ്പ് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. അതിന് ഒരു ഉദാഹരണം കൂടിയാണ് ഇപ്പോൾ ഇന്നലെ രാത്രി മൃതദേഹവുമായി അവിടെ ചികിത്സ തേടിയിരുന്ന കുടുംബത്തിന് പ്രതിഷേധിക്കേണ്ടതായി വന്നത്. എൽദോ, ശരണി, ഈ ബന്ധുക്കൾ നേരത്തെ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരോട് പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞു, ചികിത്സാ പിഴവ് ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ അന്ന് എന്താണ് അവർ വിശദീകരിച്ചത്? ഈ ആശുപത്രിയിൽ എത്തിച്ച സമയത്ത് തന്നെയാണോ അവർ ഈ മാധ്യമങ്ങളെ ബന്ധപ്പെടാൻ ശ്രമിച്ചത്?
ഇതിനകത്ത് കഴിഞ്ഞ ദിവസമാണ് ഇവരെ കോട്ടയത്തേക്ക് രോഗിയെ മാറ്റുന്ന ദിവസമാണ് ഇവർ മാധ്യമ പ്രവർത്തകരോട് ഇത്തരത്തിലൊരു സംഭവമുണ്ട് എന്നുള്ള കാര്യം ഇവർ പറയുന്നത്. പക്ഷേ നമ്മൾ ആശുപത്രി അധികൃതരുമായിട്ടൊക്കെ ബന്ധപ്പെട്ടപ്പോൾ പറയും ന്യൂമോണിയ സ്റ്റേജ് ഇതിന് മുമ്പ് തന്നെ അവർക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ന്യൂമോണിയ ബാധിതയായ ഒരാൾക്ക് എന്ത് ചികിത്സ നൽകി എന്ന് ചോദിച്ചാൽ അതിന് കൃത്യമായൊരു മറ്റ് സപ്പോർട്ടുകളോ ICU കെയറോ ഒന്നും കൊടുക്കാനേ കഴിഞ്ഞില്ല. അതിനകത്ത് ആശുപത്രി അധികൃതരുടെ കാര്യം പറഞ്ഞാൽ നിലവിലത്തെ സംവിധാനത്തിനകത്ത് വരുന്ന കേസുകളുടെ എണ്ണവും വളരെ കൂടുതലാണ് എന്നുള്ളതാണ്. കാരണം നിരവധി കേസുകൾ ഒരു ഒറ്റ ആശുപത്രി മാത്രമാണ് ഈ രംഗത്ത് ഉള്ളതും അത് മാത്രമല്ല എല്ലാ കെയറും കിട്ടുന്ന ഒരു ആശുപത്രിയായി ഉള്ളത് ഈ സർക്കാർ മേഖലയിലുള്ള വണ്ടാനം മെഡിക്കൽ കോളേജ് മാത്രമാണ് ആലപ്പുഴയിലുള്ളത്. അതുകൊണ്ട് തന്നെ വരുന്ന കേസുകളുടെ എണ്ണവും വളരെ കൂടുന്നു എന്നുള്ളതാണ്. പലപ്പോഴും സൂപ്രണ്ട് അടക്കമുള്ള ആളുകൾ നിസ്സഹായരായി നിൽക്കുന്നത് നമുക്ക് കാണേണ്ടി വരും. അതിനകത്ത് സർക്കാർ തലത്തിൽ പൂട്ടിയിട്ടിരിക്കുന്ന ബ്ലോക്കുകളോ അല്ലെങ്കിൽ മുഴുവൻ സംവിധാനത്തിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് കൊണ്ടുവരാനോ സർക്കാരിന് കഴിയുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു കേസ് ഉണ്ടായാൽ തന്നെ അതിന്റെ ഒരു ചെറിയ രീതിയിൽ തന്നെ അതിനൊരു മാറ്റം വന്നാൽ ഉടൻ അത് അവരെ വാർഡിലേക്ക് മാറ്റുക അല്ലെങ്കിൽ മതിയായ രീതിയിലുള്ള കെയർ കിട്ടുന്നില്ല പേഷ്യൻസിന് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. പിന്നീട് അത് മാത്രമല്ല ഈ ഡോക്ടർമാർ അടക്കമുള്ള ആളുകൾ രോഗികളോട് പെരുമാറുന്ന രീതിയും വളരെ മോശമാണ് എന്നുള്ള ആരോപണം നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഇപ്പോ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തെങ്കിലും ഒരു ആരോപണം ഡോക്ടർമാർക്കെതിരെയോ അല്ലെങ്കിൽ അവിടെയുള്ള മറ്റ് ജീവനക്കാർക്കെതിരെയോ ഉയർന്നു കഴിഞ്ഞാൽ അത് അന്വേഷിക്കുക തന്നെ ഇവരുടെ ഡോക്ടർമാരടക്കമുള്ള ആളുകൾ ഭൂരിപക്ഷമുള്ള ഒരു സമിതിയാണ് ഇത് അന്വേഷിക്കുന്നത്. ഇപ്പോൾ ഒരു പോലീസ് കേസുമായി ബന്ധപ്പെട്ട് പോയാൽ പോലും ഈ സമിതിയുടെ അന്വേഷണത്തിന് ശേഷമാണ് പോലീസ് FIR ഇടുന്ന കാര്യത്തിൽ പോലും തീരുമാനമാകുന്നത്. അതുകൊണ്ട് തന്നെ സാധാരണക്കാർ ഒരു പരാതിയുമായി ചെന്നാൽ ഈ ഒരു ബോർഡിന്റെ തീരുമാനത്തിന് ശേഷം മാത്രമാണ് അത്തരത്തിൽ FIR അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോവുകയും വകുപ്പുകളിലേക്ക് പോവുകയും ഒക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ഡോക്ടർമാരുടെ സമിതി എത്ര കേസുകൾ ഡോക്ടർമാർക്ക് പിഴവ് വന്നിട്ടുണ്ട് എന്നത് കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചാൽ അത് വളരെ കുറവെന്ന് തന്നെ നമുക്ക് പറയാം. വളരെ കുറവെന്നല്ല, അങ്ങനെ ഒരു കേസ് വളരെ റെയറായി മാത്രമാണ് അത്തരത്തിൽ ഡോക്ടർമാരുടെ ഭാഗത്ത് ചികിത്സാ പിഴവ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ഒരു കണ്ടെത്തൽ ഉണ്ടായിട്ടുള്ളത്. അത്തരത്തിൽ ആ ഒരു നീതി പൂർണ്ണമായി സാധാരണക്കാർക്ക് കിട്ടുന്നില്ല എന്നുള്ള ആരോപണമാണ്. ഇപ്പോഴും ഈ ഷിബിനയുടെ കേസിൽ പോലും അൻസർ അവിടെ ഉള്ളത് 38 ദിവസം മാത്രം പ്രായമുള്ള ഒരു സാധാരണ കുഞ്ഞാണ്. വ്യക്തമാണ്. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലാണ് ഇന്നലെ ഒരു പ്രതിഷേധം. അത് ബന്ധുക്കൾ മൃതദേഹവുമായി എത്തി. ഏതാണ്ട് രാത്രി 1 മണി വരെ ആ പ്രതിഷേധം നീണ്ടു. ഏറ്റവും ഒടുവിൽ സൂപ്രണ്ടെത്തി വേണ്ടതുപോലെ പരിശോധിക്കാമെന്നുള്ള ഉറപ്പ് ലഭിച്ച ശേഷമാണ് അവർ പിൻവാങ്ങിയത്. ഉമൈബ എന്ന 70-കാരുടെ മരണമാണ് ഇത്തരത്തിൽ ഒരു പ്രതിഷേധത്തിലേക്ക് എത്തിച്ചത്. വേണ്ട രീതിയിൽ അത് പരിഗണിച്ചില്ല, ചികിത്സ നൽകിയില്ല. രോഗം ബാധിച്ചെത്തിയ ആ വയോധികയെ വേണ്ട രീതിയിൽ ചികിത്സിച്ചില്ല എന്നുള്ളതാണ് മകൻ ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധത്തിൽ ഉന്നയിക്കുന്നത്. കോഴിക്കോട് പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിൽ മുൻകൂർ ജാമ്യം തേടി കോടതിയെ സമീപിക്കാൻ പ്രതി രാഹുൽ. പരാതിക്കാരിയോട് മോശമായി പെരുമാറിയെന്ന ആരോപണം ഉയർന്നതോടെ പന്തീരാങ്കാവ് SHOയെ ഇന്നലെ ഉത്തരമേഖല IG സസ്പെൻഡ് ചെയ്തിരുന്നു. അതിനിടെ പ്രതിയുടെ വിവാഹ തട്ടിപ്പിന്റെ കൂടുതൽ വിവരങ്ങളാണ് പുറത്തുവരുന്നത്. MS അനീഷ് കുമാറും ആജ്ഞ രവീന്ദ്രനുമാണ് ചേരുന്നത്. ആദ്യം അനീഷിലേക്ക്. അനീഷ്, എന്താണ് രാഹുലിന്റെ നീക്കങ്ങൾ? പ്രതി രാഹുൽ ഇപ്പോഴും ഒളിവിലാണ് എന്നാണ് പോലീസ് പറയുന്നത്. ഇന്നലെ മുതൽ അല്ലെങ്കിൽ മിനിഞ്ഞാന്ന് വൈകുന്നേരം മുതൽ പ്രതിക്കായുള്ള തെരച്ചിൽ ഊർജിതമായി നടക്കുന്നു എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. പ്രതി കേരളത്തിൽ നിന്നും ബംഗളൂരുവിലേക്ക് കടന്നു എന്ന സംശയമുണ്ട്. നേരത്തെ തന്നെ പരാതിക്കാരിയുടെ കുടുംബം ആരോപിച്ചത് ബംഗളൂരുവിലെത്തി പ്രതി സിംഗപ്പൂരിലേക്ക് കടന്നു കളഞ്ഞു എന്നാണ്. പക്ഷേ ഇത്തരത്തിൽ രാജ്യത്ത് നിന്നും പുറത്തേക്ക് രാഹുൽ കടന്നതായുള്ള വിവരങ്ങൾ പോലീസിന് ഇനിയും ലഭിച്ചിട്ടില്ല എന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. എയർപോർട്ടുകളൊക്കെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുന്നു എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് പ്രതി കേരളത്തിൽ തന്നെ അല്ലെങ്കിൽ ബംഗളൂരുവിൽ, വലിയ ദൂരമല്ല ബംഗളൂരുവിൽ ഉണ്ടാകും എന്നൊരു കണക്കുകൂട്ടൽ പോലീസുണ്ട്. എന്തായാലും പോലീസ് വിശദമായ പരിശോധനകൾ തന്നെ നടത്തുന്നു. പക്ഷേ മിനിഞ്ഞാന്ന് വൈകിട്ട് മുതൽ രാഹുലിൻ്റെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നേരത്തെ രാഹുലിൻ്റെ അമ്മ വ്യക്തമാക്കിയത് കോഴിക്കോട് നഗരത്തിൽ തന്നെ അയാൾ ഉണ്ട്. ഈ അഭിഭാഷകരുമായൊക്കെ കൂടിക്കാഴ്ച നടത്തുകയാണ്, മുൻകൂർ ജാമ്യ ഹർജി നൽകുന്നതിനുള്ള നീക്കം നടത്തുന്നു എന്നാണ് പറയുന്നത്. എന്തായാലും അധികം വൈകാതെ തന്നെ രാഹുൽ മുൻകൂർ ജാമ്യ ഹർജി സമർപ്പിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ അങ്ങേയറ്റം അടുത്ത് ഇടപഴകിയാണ് പോലീസ് സ്റ്റേഷനിൽ അടക്കം ചെന്നപ്പോൾ പരാതിക്കാരെ യുവതി തന്നോടൊപ്പം ഉണ്ടായിരുന്നത്. ആ സമയത്തൊന്നും ഇത്തരത്തിൽ ഒരു തന്നോട് പിരിയണമെന്ന് അല്ലെങ്കിൽ താൻ ക്രൂരമായി മർദ്ദിച്ചുവെന്നടക്കമുള്ള ആരോപണങ്ങളൊന്നും ആദ്യഘട്ടത്തിൽ അവർ ഉയർത്തിയിരുന്നില്ല എന്നും പ്രതി ചൂണ്ടിക്കാട്ടുമെന്നാണ് കുടുംബം പറയുന്നത്. എന്തായാലും നിയമ നടപടികളിലേക്ക് കടക്കാൻ മുൻകൂർ ജാമ്യ ഹർജി തേടി തന്നെയാണ് ഈ രാഹുൽ ഒരുങ്ങുന്നത്.
കാരണം ആദ്യം ഈ ഗാർഹിക പീഡന കുറ്റവും കൈകൊണ്ട് ആക്രമിക്കൽ അത്തരമടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരുന്നത്. പിന്നീട് വലിയ വിമർശനം വിവിധ കോണുകളിൽ നിന്നും ഉയർന്ന സാഹചര്യത്തിലാണ് ഈ വധശ്രമത്തിനുള്ള കേസും ഈ സ്ത്രീധന നിരോധന നിയമപ്രകാരമുള്ള വകുപ്പുകളും ഈ കേസിൽ ഉൾപ്പെടുത്തിയത്. അതോടുകൂടിയാണ് രാഹുൽ ഒളിവിൽ പോവുകയും ചെയ്തത്. എന്തായാലും രാഹുലിനൊപ്പം രാഹുലിൻ്റെ അമ്മയും സഹോദരി അടക്കമുള്ളവരെയും പ്രതി ചേർക്കുന്നതിനുള്ള ആലോചനകളും അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നലെ വളരെ വിശദമായി തന്നെ പെൺകുട്ടിയുടെ മൊഴി പറവൂരിലെത്തി ഫറൂഖ് ACP സാജു എബ്രഹാം സംഘവും രേഖപ്പെടുത്തിയിരുന്നു. അതിൽ വിശദമായി തന്നെ എന്തൊക്കെ രീതിയിലുള്ള അക്രമങ്ങളാണ് തനിക്ക് ആ വീട്ടിൽ നിന്നും ഒരാഴ്ചക്കുള്ളിൽ നേരിടേണ്ടി വന്നത് എന്ന് യുവതി അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറഞ്ഞിരുന്നു. യുവതിക്കൊപ്പം യുവതിയുടെ മാതാപിതാക്കൾ അന്ന് ഈ രാഹുലിൻ്റെ വീട്ടിൽ വിരുന്നിനെത്തിയ മറ്റ് ബന്ധുക്കൾ എന്നിവരിൽ നിന്നൊക്കെ വളരെ വിശദമായി തന്നെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ഇവരിൽ നിന്ന് ലഭിച്ച മൊഴിയുടെയും പെൺകുട്ടിയുടെ അനുഭവങ്ങളുടെയും പശ്ചാത്തലത്തിലാവും ഈ ഭാര്യയും ഈ സഹോദരിയും അമ്മയും പ്രതി ചേർക്കണമെന്ന കാര്യത്തിൽ പോലീസ് തീരുമാനമെടുക്കുക. എന്തായാലും മൊഴി വിശദമായി പരിശോധിച്ച ശേഷം ആവശ്യമെങ്കിൽ അവരെയും പ്രതി ചേർക്കും എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ആദ്യ പരിഗണന ഇപ്പോൾ രാഹുലിനെ കണ്ടുപിടിക്കുക എന്ന് തന്നെയാണ്. കാരണം ഈ ആദ്യഘട്ടത്തിൽ പോലീസിൻ്റെ ഒരു അയഞ്ഞ സമീപനം മൂലമാണ് രാഹുലിന് രക്ഷപ്പെടാൻ കഴിഞ്ഞത് എന്ന ഒരു വിലയിരുത്തലുണ്ട്. പ്രതിപക്ഷം അടക്കം ഈ കാര്യം മുന്നോട്ട് വെച്ച് രംഗത്തെത്തുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. കാരണം പരാതിക്കാരി പരാതി നൽകിയപ്പോൾ തന്നെ രാഹുലിനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ചർച്ചകൾ നടത്തി ഒരു ഒത്തുതീർപ്പിനുള്ള ശ്രമം നടത്തിയാണ് അന്ന് പറഞ്ഞയച്ചത്. അതിനുശേഷം രാഹുലുമായി നിരന്തരമായി പോലീസിന് ബന്ധപ്പെടാൻ കഴിയുകയും ചെയ്തിരുന്നു. എന്നാൽ ആ കേസിൻ്റെ ഗൗരവ സ്വഭാവം വർദ്ധിച്ചതോടുകൂടി അല്ലെങ്കിൽ വകുപ്പുകളുടെ കാഠിന്യം കൂടിയതോടുകൂടി വാർത്താ മാധ്യമങ്ങളിലൊക്കെ ഈ വിഷയം നിറഞ്ഞതോടുകൂടിയാണ് പിന്നീട് രാഹുൽ സ്ഥലത്തു നിന്നും അപ്രത്യക്ഷമാവുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഈ രാഹുലിനെ പിടികൂടാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് പോലീസിന് വലിയ തലവേദന ഉണ്ടാക്കുന്ന കാര്യമാണ്. പ്രത്യേകിച്ചും ഈ കേസ് ആദ്യം അന്വേഷിച്ച പന്തീരങ്കാവ് SHOയെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അദ്ദേഹം അർഹിക്കുന്ന ഗൗരവം ഈ കേസിന് നൽകിയില്ല എന്നൊരു വിലയിരുത്തലാണ് ഉള്ളത്. അത്തരമൊരു റിപ്പോർട്ടാണ് സിറ്റി പോലീസ് കമ്മീഷണർ ഉത്തരമേഖല IG സേതുരാമന് നൽകുകയും ചെയ്തു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ SHOയെ സ്ഥാനത്തു നിന്നും മാറ്റുകയും അദ്ദേഹത്തെ നേരത്തെ തന്നെ അന്വേഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട എന്ന് തീരുമാനിച്ചിരുന്നു. പകരം ചുമതല ഫാറൂഖ് ACPക്ക് നൽകുകയും അദ്ദേഹം അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും അദ്ദേഹത്തിനെതിരെ വകുപ്പ് നടപടികൾ അടക്കം മറ്റു നടപടിക്രമങ്ങളും ഉണ്ടാവും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം വനിതാ കമ്മീഷൻ അടക്കം രൂക്ഷമായ വിമർശനവുമായി ഈ SHOയ്ക്കെതിരെ രംഗത്ത് വരികയും ചെയ്തിരുന്നു. എന്തായാലും ആ ഘട്ടത്തിൽ വന്ന നാണക്കേട് ഒഴിവാക്കാൻ എത്രയും പെട്ടെന്ന് ഇനി രാഹുലിനെ പിടികൂടുക എന്ന ഒരു രീതിയിൽ അല്ലെങ്കിൽ അതുമായി മുന്നോട്ട് പോകാനാണ് ഇനി പോലീസിൻ്റെ തീരുമാനം. എന്തായാലും കൂടുതൽ നടപടികൾ ഇന്നുണ്ടാവും. ഒരുപക്ഷെ എവിടെയെങ്കിലുമൊക്കെ കോടതികളിൽ രാഹുൽ കീഴടങ്ങുന്നതിനുള്ള സാധ്യതകളും തള്ളിക്കളയാൻ കഴിയില്ല. റൈറ്റ് അനീഷ്, ഓക്കെ, ഞാൻ ആജ്ഞ രവീന്ദ്രനിലേക്ക് കൂടി പോകുന്നു. ആജ്ഞ കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. ഇന്നലെ ആജ്ഞ ഇപ്പോൾ ദിവസങ്ങളായി സംസാരിക്കുന്നു ആ കുടുംബവുമായിട്ട്, ആ പെൺകുട്ടിയുടെ മാതാപിതാക്കളൊക്കെ ആയിട്ട് പെൺകുട്ടിയുമായി സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോൾ കൂടുതൽ വിവാഹ തട്ടിപ്പിൻ്റെ വിവരങ്ങളാണല്ലോ പുറത്തു വരുന്നത്. എന്താണ് പെൺകുട്ടിയുടെ കുടുംബം എടുക്കുന്ന നിലപാട്? അവർ ഈ പോലീസിൻ്റെ അന്വേഷണം അത് പോലീസിൽ നിന്ന് മാറി കൂടുതൽ മറ്റ് ഏജൻസികളെ ഏൽപ്പിക്കുക അത്തരത്തിലുള്ളൊരു ആവശ്യത്തിലേക്കൊക്കെ എത്തുന്നുണ്ടോ? ഇന്നലെ നമ്മളോട് പെൺകുട്ടിയുടെ അച്ഛൻ സംസാരിച്ചതനുസരിച്ച് മുഖ്യമന്ത്രിയുടെ ഈ കേസിൽ അടിയന്തരമായി ഇടപെടുകയും പുതിയ അന്വേഷണ സംഘത്തെ നിയോഗിക്കുകയും ചെയ്തൊരു സാഹചര്യമുണ്ട്. അതിലവർ തൃപ്തരാണ് എന്ന് തന്നെയാണ് പറയുന്നത്. എന്നിരുന്നാലും വളരെ പെട്ടെന്ന് തന്നെയാണ് ഈ ACP സാജു K എബ്രഹാമിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇന്നലെ പറവൂരെത്തി പെൺകുട്ടിയുടെ മൊഴിയെടുത്തു. ഏകദേശം അന്വേഷണ സംഘത്തെ തീരുമാനിച്ച ശേഷം വളരെ പെട്ടെന്ന് അത്തരത്തിലുള്ളൊരു മൂവ്മെന്റ് നടന്നു എന്ന് വേണം. അത് ശ്രദ്ധേയമാണ്. മാത്രമല്ല മാധ്യമ ശ്രദ്ധ കിട്ടിയതോടുകൂടി ഈ കേസിലുള്ള മറ്റ് അതോറിറ്റികളുടെ വനിതാ കമ്മീഷനും മനുഷ്യാവകാശ കമ്മീഷനും പോലീസും അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസും ഉൾപ്പെടെയുള്ള മറ്റ് അതോറിറ്റികൾ ഇതിൽ ഇടപെട്ടു, ഇത് ശ്രദ്ധിച്ചു, ജാഗ്രതയോടുകൂടി ഈ കേസിനെ കൈകാര്യം ചെയ്യുന്നു എന്നൊരു സാഹചര്യം കൂടി നമുക്ക് മുന്നിലുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ്. എന്തൊക്കെയായാലും ഈ പുതിയ അന്വേഷണ സംഘത്തെ തീരുമാനിച്ച കാര്യത്തിൽ അല്ലെങ്കിൽ സാജു K എബ്രഹാമിന്റെ ACP സാജു K എബ്രഹാമിന്റെ നേതൃത്വത്തിലുള്ള പുതിയ അന്വേഷണ സംഘം ഇത് ഏറ്റെടുത്തത് കുടുംബത്തിന് അത്യാവശ്യം സംതൃപ്തി നൽകുന്ന കാര്യമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്നലെ രാത്രി 9:10 മണി വരെ മൊഴിയെടുപ്പ് നീണ്ടുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നലെ പെൺകുട്ടിയുടെ സഹോദരൻ, അച്ഛൻ, അമ്മ, പെൺകുട്ടി ഈ വിരുന്നുമായി ബന്ധപ്പെട്ട് കോഴിക്കോട്
രാഹുലിന്റെ വീട്ടിലെത്തിയ ബന്ധുക്കൾ തുടങ്ങിയവരോടൊക്കെ വിശദമായി മൊഴിയെടുക്കലുണ്ടായി. പെൺകുട്ടിയെ സംബന്ധിച്ച് വിശദമായി തന്നെ തനിക്ക് നേരിട്ട പീഡനം എന്താണെന്ന് വ്യക്തമാക്കുകയുണ്ടായി എന്ന് പെൺകുട്ടി നമ്മളോട് പ്രതികരിച്ചു. അതുപോലെ തന്നെ കുടുംബാംഗങ്ങളും തങ്ങൾക്ക് നീതി കിട്ടണം എന്നുള്ള ഒരു സാഹചര്യത്തിൽ എന്നുള്ള ഒരു നിലപാടിൽ തന്നെയാണ് ACPയോട് തങ്ങൾക്ക് സംഭവിച്ച അല്ലെങ്കിൽ ഇനി മേലാൽ ഇത്തരത്തിലുള്ള ഒരു അനുഭവം ഒരു പെൺകുട്ടിക്കും ഉണ്ടാകരുത് എന്നൊരു നിലപാടോടുകൂടിയാണ് ആ രക്ഷകർത്താക്കൾ പോലീസിനോട് സംസാരിച്ചത് എന്നാണ് വ്യക്തമാക്കിയത്. അത് മാത്രമല്ല, ഈ കേസ് ഇപ്പോൾ പോലീസിന്റെ അലംഭാവം മൂലമാണ് രാഹുൽ എന്ന ഈ പ്രതിക്ക് ഒളിവിൽ കഴിയാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുത്തത് എന്നൊരു ആരോപണം ശക്തമാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അത് കുടുംബത്തോടും പ്രത്യേകിച്ചും പരാതിക്കാരിയുടെ കുടുംബത്തോട് മോശമായി പെരുമാറി എന്നൊരു സാഹചര്യം മുൻനിർത്തിയാണ് പന്തീരങ്കാവ് SHO സരിൻ ASനെ കഴിഞ്ഞ ദിവസം സസ്പെൻഡ് ചെയ്തത്. ഇത് ഉത്തരമേഖല IG സേതുരാമന്റെ നിർദ്ദേശപ്രകാരമാണ്. പ്രത്യേകിച്ചും സിറ്റി പോലീസ് കമ്മീഷണർ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സരിനെതിരെ ഈ ഒരു അടിയന്തര നടപടി ഉണ്ടായത് എന്നും വ്യക്തമാണ്. എന്തൊക്കെയായാലും ഈ കേസിൽ മുൻപ് നടന്ന വിവാഹ തട്ടിപ്പുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ചയാകുന്ന അല്ലെങ്കിൽ അന്വേഷിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം മറ്റൊരു പെൺകുട്ടിയെ വിവാഹം രജിസ്റ്റർ ചെയ്ത ശേഷം അത് ഡിവോഴ്സ് ആകാതെയാണ് അല്ലെങ്കിൽ ആ നടപടികൾ കോടതിയിൽ നടക്കുന്ന ഒരു സമയത്ത് മാത്രമാണ് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ മാത്രമാണ് രാഹുൽ മറ്റൊരു വിവാഹത്തിന് തയ്യാറാകുന്നത്. ഇത് ഇന്നലെ നമുക്ക് തന്ന അഭിമുഖത്തിൽ രാഹുലിന്റെ അമ്മ വ്യക്തമാക്കിയതാണ്. അതായത് വിവാഹം നടന്നിട്ടില്ല, അതായത് ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് നടത്തേണ്ടുന്ന ചടങ്ങ് നടന്നിട്ടില്ല എന്നാണ് അവർ വ്യക്തമാക്കിയത്. രജിസ്ട്രേഷൻ കഴിഞ്ഞു, അതിന്റെ ഡിവോഴ്സ് നടപടികളും നടന്നുകൊണ്ടേ ഇരിക്കുന്നുള്ളൂ. അതായത് വിവാഹിതനായ ഒരാൾ മറ്റൊരു വിവാഹം കഴിച്ചു എന്നൊരു ക്രൈം കൂടി ഇതിനകത്ത് ഉണ്ട്. വേറൊരു കാര്യം സ്ത്രീധന തട്ടിപ്പാണ്. അവിടെയും ആ പെൺകുട്ടി ഇയാളെ ഒഴിവാക്കിയതും നിരന്തരമായി പണം ആവശ്യപ്പെട്ടു, അത് കുടുംബാംഗങ്ങളടക്കം പണം ആവശ്യപ്പെട്ടു എന്നൊരു സാഹചര്യത്തിലാണ് വിവാഹം രജിസ്റ്റർ ചെയ്ത് വിവാഹത്തിൽ വീണ്ടും ചടങ്ങിലേക്ക് വരെ എത്തിയ ഒരു പെൺകുട്ടി ചടങ്ങിൽ നിന്നും പിന്മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിനു മുൻപൊരു വിവാഹവും അതുപോലെ എൻഗേജ്മെന്റ് എത്തി മുടങ്ങിപ്പോയിരുന്നു. എറണാകുളത്തുള്ള ഒരു പെൺകുട്ടിയുമായി വിവാഹം ഉറപ്പിച്ചിരുന്നു. ഇത് മൂന്ന് പെൺകുട്ടികൾ ഒരു ചെറുപ്പക്കാരനെ ടോക്സിക് ആണെന്ന് പറയുന്നത് തള്ളിക്കളയുന്ന ഒരു സാഹചര്യം അത് വ്യക്തമാണ് നമ്മുടെ മുന്നിൽ. ഈ രാഹുലിന്റെ അമ്മയുടെയും സഹോദരിയുടെയും വാക്കുകളിൽ നിന്നും ഈ രാഹുൽ പെൺകുട്ടിയെ മർദ്ദിച്ചു എന്ന് വ്യക്തമാണ്. വിവാഹം കഴിച്ച ശേഷം ഡിവോഴ്സ് ചെയ്യാതെയാണ് മറ്റൊരു വിവാഹത്തിലേക്ക് പോയതെന്നും വ്യക്തമാണ്. ഈ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ തന്നെ പെൺകുട്ടിക്കും പ്രത്യേകിച്ച് പെൺകുട്ടിക്കെതിരെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള പരാമർശങ്ങളും അമ്മയും പെങ്ങളും നടത്തുകയുണ്ടായി. ഇത്തരത്തിൽ ഒരു നീക്കം നടക്കുമ്പോൾ അമ്മയെയും പെങ്ങളെയും ഈ കേസിൽ പ്രതിയാക്കുന്ന ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഓക്കെ, ആജ്ഞ രവീന്ദ്രനും MS അനീഷ് കുമാറുമാണ് വിവരങ്ങൾ നൽകിയത്. അനീഷ് തുടരണം, കാരണം മറ്റൊരു വാർത്തയിലും അനീഷിന്റെ വിശദാംശങ്ങൾ നൽകേണ്ടതുണ്ട്. അതായത് അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള പെൺകുട്ടിയുടെ നില മാറ്റമില്ലാതെ തുടരുകയാണ്. മലപ്പുറം മുന്നിയൂർ സ്വദേശിയായ പെൺകുട്ടി വെന്റിലേറ്ററിലാണുള്ളത്. കടലുണ്ടിപ്പുഴയിൽ കുളിച്ചപ്പോഴാണ് അമീബ കുട്ടിയുടെ ശരീരത്തിൽ പ്രവേശിച്ചത് എന്നാണ് നിഗമനം. രോഗം റിപ്പോർട്ട് ചെയ്ത പ്രദേശത്ത് ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിട്ടുണ്ട്. അനീഷ് കുമാർ തുടരുന്നുണ്ട് കോഴിക്കോട് നിന്ന്. അനീഷ്, അത്ര പരിചിതമല്ലാത്ത ഒരു രോഗത്തിൻ്റെ പേരൊക്കെയാണ്. എത്രമാത്രം ഒരു ഗുരുതര സാഹചര്യം അല്ലെങ്കിൽ അതൊരു ഭയപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടോ അവിടെ? ആശങ്കയ്ക്കുള്ള സാഹചര്യം ഉണ്ടോ അവിടെ? എൽദോ, ഈ പെൺകുട്ടിയുടെ അവസ്ഥ, 5 വയസ്സുകാരുടെ അവസ്ഥ ഇപ്പോഴും അതീവ ഗുരുതരമായി തന്നെ തുടരുന്നു എന്നതാണ് ആശങ്കയ്ക്ക് വക നൽകുന്ന കാര്യം. ഇപ്പോഴും വെന്റിലേറ്റർ സഹായത്തോടു കൂടിയാണ് ആ കുട്ടി ശ്വസിക്കുകയും ചെയ്യുന്നത്. മറ്റ് 4 പേർ കൂടി ഇത്തരത്തിൽ കുട്ടികൾ കൂടി ഈ സമാനമായ രോഗലക്ഷണങ്ങളോടുകൂടി ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നുണ്ട്. ഈ മസ്തിഷ്ക ജ്വരത്തിൻ്റെ അതേ ലക്ഷണങ്ങൾ തന്നെയാണ് ഈ അമീബിക് മസ്തിഷ്ക ജ്വരത്തിലും പ്രകടമാവുന്നത്. പ്രത്യേകിച്ചും കടുത്ത പനി ഉണ്ടാവും, തലവേദന, ഛർദി, ഒപ്പം അപസ്മാരം എന്നിവയാണ് ഈ രോഗലക്ഷണങ്ങളായി കാണുന്നത്. നിലവിൽ നമ്മുടെ ചികിത്സാ പ്രോട്ടോക്കോളുകൾ പ്രകാരം ഈ രോഗത്തിന് പ്രത്യേക ചികിത്സ ലഭ്യമല്ല എന്നാണ് ആരോഗ്യ പ്രവർത്തകരിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഈ രോഗലക്ഷണങ്ങൾ ചികിത്സ നൽകുക, പ്രത്യേകിച്ചും ഈ ശ്വാസകോശം, ഹൃദയം എന്നിവയുടെ പ്രവർത്തനം നിലനിർത്തുക, അപസ്മാരം നിയന്ത്രിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് ഇപ്പോൾ
ഈ രോഗലക്ഷണങ്ങളുമായി ബന്ധപ്പെട്ട ചികിത്സ ചെയ്യാനുള്ളത്. എന്തായാലും നിലവിൽ ലക്ഷണങ്ങളോടുകൂടി ചികിത്സയിൽ കഴിയുന്ന കുട്ടികളുടെ അവസ്ഥ തൃപ്തികരമാണ്, അല്ലെങ്കിൽ കടുത്ത ലക്ഷണങ്ങളിലേക്ക് അവർ പോകുന്നില്ല എന്നത് ആശ്വാസകരമാണ്. പക്ഷേ ചികിത്സയിലിരിക്കുന്ന കുട്ടി ഇപ്പോഴും അതീവ ഗുരുതരാവസ്ഥയിൽ തന്നെ തുടരുന്നു എന്നതാണ് വസ്തുത. ഈ കുട്ടികളിലും കൗമാരക്കാരിലുമൊക്കെയാണ് പ്രധാനമായും ഈ രോഗം കണ്ടുവരിക. കാരണം ഇത്തരം ഒരു അമീബ അവരുടെ ശരീരത്തിൽ പ്രവേശിച്ചാലാണ് ഈ മസ്തിഷ്ക ജ്വരം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുക. എന്താണ് ഇതിന് പ്രത്യേക കാരണം? പ്രത്യേകിച്ചും ഈ പ്രതിരോധ ശക്തിയിലുണ്ടാകുന്ന കുറവ്, ഏറ്റക്കുറച്ചിൽ ഒക്കെ അനുസരിച്ചാവും ഒരുപക്ഷെ ഈ അമീബ കുട്ടികളെ ബാധിക്കുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ചും ഈ ശുദ്ധജലത്തിൽ വസിക്കുന്ന ഒരുതരം അമീബയാണ് ഇത്. അതുകൊണ്ട് തന്നെ ഈ ക്ലോറിനേറ്റ് ചെയ്യാത്ത അല്ലെങ്കിൽ ഉപ്പുവെള്ളം ഇല്ലാത്ത അണുരഹിതമല്ലാത്ത ഈ ശുദ്ധജലത്തിൽ നിന്നാണ് ഇവ പകരുന്നതെന്നാണ് കരുതുന്നത്. എന്തായാലും നിലവിൽ ഈ മുന്നൂറിലെ തന്നെ പുഴയിൽ കുളിച്ചപ്പോഴാണ് ഈ ബാധ ഈ കുട്ടിക്ക് ഏറ്റത് എന്നൊരു സംശയമാണുള്ളത്. മറ്റു കുട്ടികളും സമാനമായി തന്നെ ഇത്തരത്തിൽ അവിടെ കുളിച്ചപ്പോഴാണ് അവർക്കും ഈ ഉണ്ടായത് എന്ന് സംശയം പ്രകടിപ്പിക്കുന്നു. ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് ഈ രോഗം പകരില്ല എന്നതാണ്. പക്ഷേ അപൂർവമായി മാത്രം കാണപ്പെടുന്ന ഒരു രോഗമാണ്. ഇതിന് കൃത്യമായ ചികിത്സ ലഭ്യമല്ലാത്ത ഒരു സാഹചര്യമുണ്ട്. ഇതിൻ്റെ മരുന്നുകൾ കേരളത്തിൽ ലഭ്യമല്ല എന്നും ബന്ധുക്കൾ പറയുന്നുണ്ട്. എന്തായാലും ഇപ്പോഴും ആരോഗ്യസംഘം വളരെ ജാഗ്രതയോടുകൂടി തന്നെ ഈ 5 വയസ്സുകാരിയുടെയും മറ്റ് ചികിത്സയ്ക്കായി പ്രവേശിപ്പിക്കപ്പെട്ട മറ്റു കുട്ടികളുടെയും ആരോഗ്യനില നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. അവരുടെ രോഗലക്ഷണങ്ങൾക്കുള്ള ചികിത്സ കൃത്യമായി നൽകുന്നുമുണ്ട്. എൽദോ, ഓക്കെ, എന്തായാലും അതിവേഗത്തിൽ ആ പെൺകുട്ടി സുഖം പ്രാപിക്കട്ടെ. ഈ അസുഖത്തിൻ്റെ ഒരു മരുന്ന് ലഭ്യമല്ല എന്നുള്ളതാണ് അവിടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. എന്നാലും ഈ പുഴയിൽ ഇറങ്ങി കുളിച്ചപ്പോഴാണ് ആ അമീബ ശരീരത്തിനുള്ളിൽ കടന്നത് എന്നുള്ള ഒരു കണക്കുകൂട്ടൽ നിഗമനത്തിലാണ് വൈദ്യസംഘമുള്ളത്. MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. കാസർഗോഡ് പടന്നക്കാട് വീട്ടിൽ ഉറങ്ങിക്കിടന്ന 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കിയ കേസ് അതിൻ്റെ അന്വേഷണത്തിനായി പ്രത്യേക സംഘത്തെ രൂപീകരിച്ചു. കണ്ണൂർ റേഞ്ച് DIGയുടെ മേൽനോട്ടത്തിലുള്ള സംഘത്തിൽ 3 DYSPമാരുണ്ട്. തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ സ്ഥലം മാറ്റപ്പെട്ട DYSPമാരും സംഘത്തിലുണ്ട്. പെൺകുട്ടിയുടെ വീടിന് ചുറ്റുവട്ടത്ത് തന്നെയുള്ള ആളാകാം പ്രതി എന്ന നിഗമനത്തിലാണ് പോലീസുള്ളത്. KV ബൈജു വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബൈജു, ഈ വാർത്ത ആദ്യം ബൈജു റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതൊരു കവർച്ചാശ്രമം എന്ന് മാത്രമേ കരുതിയിരുന്നുള്ളൂ. പക്ഷേ പിന്നീടാണ് അതിൻ്റെ ഒരു ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യം കൂടി ഉൾക്കൊള്ളേണ്ടി വന്നത്. എന്തായി അതിൻ്റെ ഒരു അന്വേഷണം? പോലീസിൻ്റെ ഒരു ഭാഷ്യം എന്താണ്? തീർച്ചയായും എൽദോ, ഇന്നലെ രാവിലെ നമ്മളാണ് ഈ വാർത്ത ആദ്യം റിപ്പോർട്ട് ചെയ്യുന്നത്. ആ സമയത്ത് ഉറങ്ങിക്കിടക്കുകയായിരുന്ന 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി സ്വർണ്ണാഭരണങ്ങൾ കവർ ചെയ്തു എന്ന തരത്തിലായിരുന്നു വിവരങ്ങൾ. പക്ഷേ വൈകിട്ടോടു കൂടിയാണ് മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറങ്ങിയത്. ഈ പെൺകുട്ടിയെ 10 വയസ്സുകാരി ലൈംഗിക അതിക്രമം നേരിട്ടു എന്ന ഞെട്ടിപ്പിക്കുന്ന വിവരം പുറത്തു വന്നത്. എന്തായാലും പുലർച്ചെ 2:30 ഇത്തരത്തിൽ വീടിനകത്ത് ഉറങ്ങുകയായിരുന്ന പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി പീഡനത്തിന് ഇരയാക്കിയത്. എന്തായാലും ഈ സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഇതിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചു. ഇന്നലെ രാത്രിയോടുകൂടിയാണ് DIGയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ 3 DYSPമാർ, അതായത് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ജില്ലയിൽ നിന്നും സ്ഥലം മാറ്റപ്പെട്ട, അതായത് ജില്ലയിൽ നല്ല പരിചയമുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ തന്നെ തിരിച്ചു വിളിക്കുന്ന ഒരവസ്ഥയുണ്ട്. കാഞ്ഞങ്ങാട് DYSP ആയിരുന്ന ബാലകൃഷ്ണൻ, ഒപ്പം ബേക്കൽ DYSP ആയിരുന്ന CK സുനിൽകുമാർ, ഒപ്പം ഈ നിലവിലെ കാഞ്ഞങ്ങാട് DYSP, ഇവർ 3 പേർ ഉൾപ്പെടുന്ന ഒരു പ്രത്യേക സംഘത്തെ, ഇതിൽ 5 CIമാർ കൂടി ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇവരാണ് ഈ കേസിന്റെ അന്വേഷണം നടക്കുന്നത്. ഏതായാലും വളരെ ഗൗരവമായി തന്നെയാണ് ഈ കേസ് പോലീസ് കാണുന്നത്. അതുകൊണ്ട് തന്നെ പ്രതിയെ എത്രയും പെട്ടെന്ന് പിടികൂടുക, അത് തന്നെയാണ് പോലീസിന്റെ ലക്ഷ്യവും. ഏതായാലും മയക്കുമരുന്ന് സംഘത്തിൽപ്പെട്ട ആളാണ് ഈ സംഭവം അതിക്രമം നടത്തിയ എന്ന നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. അത് മാത്രമല്ല, ഈ കുട്ടിയുടെ വീടിന് പരിസരത്ത് തന്നെ ഉള്ള ആളാകാം ഈ സംഭവത്തിന് പിന്നിലെന്നും പോലീസ് സംശയിക്കുന്നുണ്ട്. ഏതായാലും CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. ഇതിൽ നിന്നും പ്രതിയെ കുറിച്ചുള്ള വ്യക്തമായ ഒരു സൂചന ലഭിച്ചിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നലെ രാത്രി വൈകിയും ഈ പ്രദേശത്തൊക്കെ പരിശോധന ഉണ്ടായിരുന്നു. നിരവധി പേർ പോലീസ് കസ്റ്റഡിയിലുണ്ട്. ഈ നേരത്തെ കഞ്ചാവ് ഉൾപ്പെടെയുള്ള കേസുകളിൽ പ്രതികളായവരാണ് കസ്റ്റഡിയിലുള്ളത്. ഇവരെ ചോദ്യം ചെയ്തു വരികയാണ്. ഏതായാലും പ്രതിയെ കുറിച്ചുള്ള വ്യക്തമായ ഒരു സൂചന പോലീസിന് ഇതുവരെ ലഭിച്ചിട്ടില്ല. അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഏതായാലും ഇത് ഇനി വൈകുന്ന സാഹചര്യത്തിൽ ജനങ്ങളുടെ ഭാഗത്തുനിന്നും പ്രതിഷേധവും ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന കണ്ടെത്തലാണ് പോലീസ് ഈ കേസിൽ വളരെ ഗൗരവമായി തന്നെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്തായാലും ഇന്ന് പ്രതിയെ പിടികൂടാനാകുമെന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. അത്തരത്തിലുള്ള അന്വേഷണം, പഴുതരത്തിലുള്ള അന്വേഷണമാണ് ഇക്കാര്യത്തിലുള്ളത്. ഇതിനിടയിൽ തന്നെ ഈ കുട്ടി ഇപ്പോഴും ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. എന്നാലും ആരോഗ്യ നിലയിൽ തൃപ്തികരമാണ് എന്ന് ആശുപത്രി
അധികൃതർ വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ കുട്ടി ഇപ്പോഴും ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിൽ തന്നെയാണ്. എൽദോ. ഓക്കെ, കെ വി ബൈജു ആണ് വിവരങ്ങൾ നൽകിയത് കാസർഗോഡ് നിന്ന്. ബൈജു തുടരണം. മറ്റൊരു വാർത്തയിൽ കൂടി വിവരം തേടേണ്ടതുണ്ട്. കണ്ണൂരിൽ യുവതിയോട് അപമര്യാദയെ പെരുമാറിയതിന് അറസ്റ്റിലായ കാസർഗോഡ് കേന്ദ്ര സർവകലാശാല അധ്യാപകനെതിരെ നടപടി. ഇഫ്തിഖാർ അഹമ്മദിനെയാണ് സസ്പെൻഡ് ചെയ്തത്. ബൈജു തുടരുന്നു. ബൈജു, എന്തൊക്കെയാണ് വിവരങ്ങൾ? കണ്ണൂർ പറശ്ശിനിക്കടവ് വിസ്മയ പാർക്കിൽ വെച്ചായിരുന്നു ഈ സംഭവം. വേവ് പൂളിൽ വെച്ച് മലപ്പുറം സ്വദേശിനിയായ 22-കാരിയെ കയറി പിടിക്കുകയും അതിനെ തുടർന്ന് ഈ പെൺകുട്ടി ബഹളം വെക്കുകയും പാർക്ക് അധികൃതർ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. തുടർന്ന് ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയും ഇയാൾക്കെതിരെ സ്ത്രീകൾക്കെതിരായുള്ള അതിക്രമം തടയൽ നിയമപ്രകാരം കേസെടുത്ത് റിമാൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കേന്ദ്ര സർവകലാശാല ഇത് സംബന്ധിച്ച തീരുമാനം അറിയിച്ചിരിക്കുന്നത്. ഇഫ്തിഖാർ അഹമ്മദിനെ സസ്പെൻഡ് ചെയ്തതായി ഈ കേന്ദ്ര സർവകലാശാല അറിയിക്കുന്നു. ഇയാൾക്കെതിരെ നേരത്തെയും ഇത്തരത്തിൽ ലൈംഗികാതിക്രമ പരാതി ഉണ്ടായിരുന്നു. ഈ കേന്ദ്ര സർവകലാശാലയിൽ തന്നെ വിദ്യാർത്ഥികൾ, അതായത് 43 വിദ്യാർത്ഥികളിൽ 33 വിദ്യാർത്ഥിനികളാണ് ഇത്തരത്തിൽ പരാതി നൽകിയിരുന്നത്. ആ കേസിൽ ബേക്കൽ പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തിരുന്നു, റിമാൻഡിലായിരുന്നു. പിന്നീട് അതിനുശേഷമാണ് കഴിഞ്ഞ ദിവസം കണ്ണൂരിലും സമാനമായ സംഭവം ഉണ്ടായിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ ഇദ്ദേഹത്തെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തതായി കേന്ദ്ര സർവകലാശാല അറിയിക്കുന്നു. നേരത്തെ 3 തവണ സസ്പെൻഷൻ നേരിട്ട ഒരു വ്യക്തിയാണ്. പക്ഷേ ഉന്നത സ്വാധീനം ഉപയോഗിച്ച് വളരെ പെട്ടെന്ന് തന്നെ വീണ്ടും ഈ കേന്ദ്ര സർവകലാശാലയിലേക്ക് ഇയാൾ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനെതിരെ വലിയ പ്രതിഷേധമൊക്കെ അന്ന് ഉയർന്നിരുന്നു. എന്നാലും ഇപ്പോൾ വീണ്ടും ഇഫ്തിഖാർ അഹമ്മദ് കേന്ദ്ര സർവകലാശാല സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. എൽദോ. ശരി ബൈജു, എന്താണെങ്കിലും ഈ ഒരു തവണ തെറ്റ് ചെയ്തു അത് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നതിനെതിരെ കടുത്ത നടപടി വേണം എന്നുള്ളത് തന്നെയായിരിക്കണം ഒരു പൊതുചിന്ത. ബൈജു ആണ് വിവരങ്ങൾ നൽകിയത് കാസർഗോഡ് നിന്ന്. ഇനി ഇത്രയും നേരം നമ്മൾ ഒരുപാട് എന്തുകൊണ്ടാണ് രാവിലെ തന്നെ ഇത്തരത്തിലുള്ള വാർത്തകൾ മാത്രം വരുന്നതെന്ന് ആലോചിച്ചിട്ടുണ്ടാകും. പക്ഷെ എന്ത് ചെയ്യാൻ കഴിയും, ഇതുപോലുള്ള വാർത്തകളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 7:31 സമയം. ഇതുവരെ നമ്മൾ അല്പം മനസ്സിനെ ഞെട്ടിക്കുന്ന വാർത്തകളാണ് നൽകിയത്. ഇനിയും വാർത്തകളൊക്കെ തന്നെ ആയിരിക്കും. എന്നാലും ഈ ഡ്രൈവിംഗ് ടെസ്റ്റുകളുടെ പ്രതിഷേധം, അത് നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങൾക്ക് വലിയ പ്രതിഷേധമായിരുന്നു. ഇന്നലെ ചർച്ചയുണ്ടായിരുന്നു മന്ത്രിയുടെ ചേംബറിൽ. അപ്പോൾ അതിലൊരു സമവായത്തിലേക്ക് എത്തി. ചർച്ച വിജയകരമായിരുന്നു. അപ്പോൾ നാളെ ടെസ്റ്റുകൾ പുനരാരംഭിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഗതാഗത മന്ത്രിയുമായി നടത്തിയ ചർച്ചയെ തുടർന്ന് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ നടത്തിവന്ന സമരം പിൻവലിക്കുകയും ചെയ്തിരുന്നു. പഴയ രീതിയിലാകും ടെസ്റ്റ് നടക്കുക. പുതിയ തീരുമാനങ്ങളിൽ പൂർണ്ണ തൃപ്തരല്ലെന്ന് CITU വ്യക്തമാക്കിയിരുന്നു. എന്നാൽ സംയുക്ത സമരസമിതി തീരുമാനങ്ങൾ അംഗീകരിക്കുകയായിരുന്നു. കഴിഞ്ഞ 14 ദിവസമായി ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ നടത്തിവന്ന സമരമാണ് ഗതാഗത മന്ത്രിയുമായി നടത്തിയ ചർച്ചയെ തുടർന്ന് പിൻവലിച്ചത്. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ മഴ പ്രവചിക്കുകയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം ഈ 3 ജില്ലകളിൽ ഇന്ന് മഞ്ഞ അലേർട്ടാണ്, യെല്ലോ അലേർട്ടാണ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ നാളെയും. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ മറ്റന്നാളും മഴയുണ്ടാകും. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് പ്രവചനം. ഓറഞ്ച് അലേർട്ടിന് സമാനമായ മഴ ലഭിച്ചേക്കാം എന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. കേരളത്തിൽ കാലവർഷം നേരത്തെ എത്തും എന്നുള്ള കാര്യം കൂടിയുണ്ട്. ഈ മാസം 31-ന് മൺസൂൺ എത്തുമെന്നുള്ളതാണ് പ്രവചനം. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പാണത്. കഴിഞ്ഞ വർഷം ജൂൺ 4-നായിരുന്നു മൺസൂൺ കേരളത്തിലെത്തിയത്. ഇനി സംസ്ഥാനത്തെ തീരപ്രദേശങ്ങളിൽ ഇന്ന് ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചതാണ് ഇക്കാര്യം. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും അതുകൊണ്ട് ജാഗ്രത പാലിക്കണം എന്നുള്ളതും മുന്നറിയിപ്പായി നൽകുന്നുണ്ട്. മറ്റൊരു മഴക്കാലം എത്താൻ ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ പൊന്നാനിയിലെ കടൽ ഭിത്തി നിർമ്മാണം അത് ഭാഗികമാണ്. ടെട്രാപോഡ് ഉപയോഗിച്ചുള്ള ചെല്ലാനം മോഡൽ കടൽ ഭിത്തി നിർമ്മാണം ഇപ്പോഴും തുടങ്ങിയിട്ടില്ല. പൊന്നാനി നഗരസഭാ പരിധിയിലും വെളിയങ്കോട് പെരുമ്പടപ്പ് പഞ്ചായത്ത് പരിധിയിലും കരിങ്കൽ കൊണ്ടുള്ള കടൽ ഭിത്തി നിർമ്മാണം പുരോഗമിക്കുകയാണ്. ഈ മഴക്കാലത്തിന് മുൻപ് നിർമ്മാണം പൂർത്തിയാകില്ല എന്ന ആശങ്ക ഈ നടപടിക്രമങ്ങൾ ചുവപ്പുനാടയിൽ കുടുങ്ങുന്നതിൻ്റെ ആദ്യമൊക്കെ പങ്കുവെക്കുകയാണ് ഇവിടുത്തെ നാട്ടുകാർ. ഞാൻ നിൽക്കുന്നത് പൊന്നാനിയിലാണ്. എല്ലാ വർഷവും മഴക്കാലം വരുമ്പോൾ പൊന്നാനിയിൽ തീരദേശം കടലെടുക്കുന്നതും കടൽക്ഷോഭത്തിൽ ഈ നാട്ടുകാർ വലയുന്നതുമൊക്കെ നമ്മൾ വാർത്തയാക്കാറുള്ളതാണ്. കടൽഭിത്തിയുടെ കുറവാണ് എല്ലാ തവണയും ഇവിടെ പ്രശ്നങ്ങൾ സങ്കീർണമാക്കുന്നത്. കഴിഞ്ഞ തവണ ഈ കടൽഭിത്തിക്ക് ശാശ്വതമായ ഒരു പരിഹാരം നൽകുമെന്ന് സർക്കാർ പറഞ്ഞിട്ടുണ്ട്. മഴക്കാലം എത്തുന്നതിന് മുൻപ്
എത്രത്തോളമായി ഇവിടുത്തെ മുന്നൊരുക്കങ്ങൾ എന്നതുകൂടി പരിശോധിക്കുകയാണ് നമ്മൾ. 11 കിലോമീറ്റർ ദൂരമാണ് ഇവിടെ തീരദേശ മേഖലയുള്ളത്. അത്രയും ദൂരം കടൽക്ഷോഭം ഉണ്ടാകുന്ന സ്ഥലമാണ്. പക്ഷേ ഏകദേശം 1 കിലോമീറ്റർ ദൂരം മാത്രമാണ് കടൽഭിത്തി നിർമ്മിക്കാനുള്ള ഫണ്ട് സർക്കാർ അനുവദിച്ചിട്ടുള്ളത്. ചെല്ലാനം മോഡൽ ടെട്രാപോഡ് കൊണ്ട് കടൽഭിത്തി നിർമ്മിക്കും എന്ന പ്രഖ്യാപനം വന്നിരുന്നു. അതിനെക്കുറിച്ചുള്ള പഠനങ്ങളും നടന്നു. പക്ഷേ അതൊന്നും പ്രായോഗിക തലത്തിൽ നടപ്പായിട്ടില്ല. നമ്മളിപ്പോൾ ഈ നാട്ടുകാർ തന്നെ ചേരുന്നുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്ന ഇടത്ത് ഹിലർപ്പള്ളി എന്ന സ്ഥലത്താണ് ഞാനുള്ളത്. ഇതിന് ഈ മേഖലയിൽ ഇവിടെ കടൽഭിത്തിയുടെ നിർമ്മാണം അവസാനിക്കുകയാണ്. ഇതിനപ്പുറത്തേക്ക് ഇനി കടൽഭിത്തിയില്ല. അപ്പോൾ കടൽ ഇവിടേക്ക് കയറി വരാനുള്ള സാധ്യതയുണ്ട്. എല്ലാ വർഷവും കടൽ ക്ഷോഭം ഉണ്ടാകുന്ന ഒരു സ്ഥലം കൂടിയാണിത്. ഇതുവരെയുള്ള ഈ ഒരു കടൽഭിത്തി നിർമ്മാണം എത്രമാത്രം ശാസ്ത്രീയമാണ്? ഈ ഒരു പ്രശ്നങ്ങൾക്ക് പരിഹാരമാണെന്ന് കരുതുന്നുണ്ടോ? ഇവിടെ ഇതിനൊരു പരിഹാരം ഇതുവരെ ആയിട്ടില്ല. കാരണം ഇതിനൊരു പരിഹാരം ആവുകയാണെങ്കിൽ പൊന്നാനി അയ്യ തൊട്ടിട്ട് പുതുപൊന്നാനി അയ്യ വരെയെങ്കിലും ശാശ്വതമായിട്ട് കടൽഭിത്തി കെട്ടന്നെ വേണം. പൊന്നാനി അല്ലെങ്കിൽ പൊന്നാനി കാപ്പിരിക്കാട് വരെ നമ്മളെ ജില്ലയുടെ അതിർത്തിയാണ്. അത് കാപ്പിരിക്കാട് വരെയെങ്കിലും ശാശ്വതമായിട്ട് കടൽഭിത്തി കെട്ടണം എന്ന് പറഞ്ഞു. കാരണം അത്ര മാത്രം മത്സ്യത്തൊഴിലാളികളാണ് ഈ മേഖലയിൽ താമസിക്കുന്നത്. ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഈ പുറമ്പോക്കിലൊന്നുമല്ല അവർ ജീവിക്കുന്നത്. ആ സർക്കാരിൻ്റെ നികുതി അടക്കുന്ന ഭൂമിയിലാണ് ഇവരൊക്കെ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ താമസിക്കുന്ന ഭൂമി എന്ന് പറഞ്ഞാൽ 27 സെൻറ്റ് ഭൂമിയും വീടുമാണ്. ഏകദേശം അതിൽ 10-15 സെൻറ്റ് സ്ഥലം കടൽ കഴിഞ്ഞ പ്രാവശ്യം ഇതിലെടുത്ത് പോയി. ഇനിയുള്ള ഇതിലാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത്. പുനർഗേഹം പദ്ധതിയിൽ 10 ലക്ഷം റുപ്യ സർക്കാർ തരുമെന്ന് പറഞ്ഞാൽ നമ്മൾ കാണിക്കുന്ന ഭൂമിയിലൊന്നും അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ സമ്മതിക്കുന്നില്ല. ഒന്നാമതെന്ന് പറഞ്ഞാൽ ഇറിഗേഷൻ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരുടെ വീഴ്ച തന്നെയാണ് ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ബഡ്ജറ്റിൽ 10 കോടി റുപ്യ വകയിരുത്തി. ഈ 10 കോടി റുപ്യ വകയിരുത്തിയതിൽ പൊന്നാനി നഗരസഭയ്ക്ക് ഇറിഗേഷൻ വകുപ്പ് കൊടുത്തിരിക്കുന്നത് വെറും 600 മീറ്ററാണ്. നിങ്ങളിപ്പോൾ കണ്ടതല്ലേ, ദൃശ്യങ്ങളിലൊക്കെ കാണുന്നതാണല്ലോ. ഈ 600 മീറ്റർ അല്ലല്ലോ ഇവിടെ ഉള്ളത്. ഈ ഇപ്പോൾ 65 ലക്ഷം റുപ്യക്കാണ് കഴിഞ്ഞ മറ്റേ മൺസൂൺ കാലത്ത് ഇവിടെ സന്ദർശിച്ച സബ് കളക്ടർ വന്നപ്പോൾ ഇവിടെ ഉള്ള പ്രദേശവാസികൾ മൊത്തത്തിൽ തടഞ്ഞതിൻ്റെ പേരിലാണ് ഒരു 218 മീറ്ററാണ് അവരന്ന് ചെയ്തത്. 65 ലക്ഷം റുപ്യ വകയിരുത്തിയിട്ട്. എന്താണ് ഈ കാണുന്നത്? ആ 65 ലക്ഷം റുപ്യ കടലിലേക്ക് കൊണ്ടിട്ടതാണ്. നിങ്ങൾ കാണുന്നല്ലോ, ദൃശ്യങ്ങളിൽ കാണാമല്ലോ. ഇനി വരുന്ന ജൂൺ ജൂലൈ മാസങ്ങളിൽ കടൽക്ഷോഭത്തിൽ ഉള്ള കുറച്ച് വീടുകളുടെ കൂടി ഉണ്ട് ഈ തീരദേശത്ത്. അവരും കൂടി ഇവിടെ നിന്ന് തീരദേശത്ത് മുഴുവനായിട്ടും കടൽഭിത്തി കെട്ടിയിട്ടില്ല. കെട്ടിയത് അശാസ്ത്രീയമായിട്ടാണ്. അശാസ്ത്രീയമായിട്ടാണ് ഇവിടെ കടൽഭിത്തി കെട്ടിയിട്ടുള്ളത്. ഇത് എന്ന് പറഞ്ഞാൽ ഈ ഇറിഗേഷനിലെ ഉദ്യോഗസ്ഥന്മാരും ഇത് കോണ്ടാക്ട് എടുക്കുന്നവരും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ട്. അതായത് ഫുൾ വർക്കിനുള്ള ഫണ്ട് ഇവിടെ ഉദ്യോഗസ്ഥന്മാർ ചെയ്യുന്നില്ല. അത് ഇപ്പോൾ 65 ലക്ഷം റുപ്യേൻ്റെ വർക്കാണ് ഇപ്പോൾ 212 മീറ്റർ. ഞങ്ങൾ ഒരിക്കലും നമുക്ക് മനസ്സിലാക്കാം ഈ 65 ലക്ഷം റുപ്യേൻ്റെ വർക്കല്ല. അതായത് 65 ലക്ഷം റുപ്യ കറക്റ്റായിട്ട് ഇവിടെ വിനിയോഗിച്ചിട്ടില്ല. അത് നമുക്ക് നിങ്ങൾക്ക് ദൃശ്യങ്ങളിൽ തന്നെ മനസ്സിലാവും. ഒക്കെ പോവും. അതായത് ജൂൺ ജൂലൈ മാസം അടുത്ത കടൽക്ഷോഭത്തിൽ ഈ കല്ലുകളെല്ലാം പോവും. പിന്നെ ഇനിയിപ്പോൾ ഉള്ളത് ഈ തീരദേശ റോഡ് ഇത് പോയി. ഇവിടെ നിന്ന് അങ്ങോട്ട് സഞ്ചാരയോഗ്യമല്ല ഇപ്പോൾ ഈ റോഡ്. കടലെടുത്തതാണ്. അതെന്നാണ് ഇപ്പോൾ പറഞ്ഞാണ് കാര്യം. അതന്നെ കല്ലിട്ടാണ് 65 ലക്ഷം റുപ്യ കല്ലിട്ടാണ് കാണാം. അതെല്ലാം താന്നു പോയിക്കണം. വെള്ളം ഇനി പഠിച്ചാൽ എന്തായാലും വെള്ളം കയറിൽ കൊടുക്കും. അതന്നെ ഉണ്ടാവില്ല. ഈ ചെല്ലാനം മോഡൽ നിർമ്മാണം എന്നൊക്കെ പറഞ്ഞിരുന്നു. അതിനെക്കുറിച്ച് എന്തെങ്കിലും പഠനം നടന്നു നിൽക്കുന്നുണ്ട്? എന്താ നിങ്ങൾക്ക് അറിയാൻ പറ്റിയതിൽ? അവർ വന്നിരുന്നു, ഇവിടെ വന്നിട്ട് നോക്കിയിരുന്നു, ഇവിടെ വന്നിട്ട് പറഞ്ഞിരുന്നു പിന്നെ ഇത് വിറ്റ് ഇവിടെ ഉണ്ടാകുന്ന. പക്ഷെ പറിച്ചില്ല ഇവിടെ ഒന്നും കാണണമെന്നില്ല. അവർ വന്നിട്ട് പരിശോധിച്ചു. ഈ മഴക്കാലത്ത് എങ്ങനെയായിരിക്കും ഈ ഒരു കടൽഭിത്തി ആണെങ്കിൽ? മഴക്കാലത്ത് എന്താ പഴയതുമാതിരി തന്നെ വീണ്ടും കടൽ കയറും. വീണ്ടും ജനങ്ങളെല്ലാം വീണ്ടും ദുരിതത്തിലാവും. വീണ്ടും അവർ ദുരിതാശ്വാസ ക്യാമ്പ് അങ്ങനെയുള്ള ക്യാമ്പിലേക്കൊക്കെ അവർ മാറും. ഇതൊക്കെ തന്നെയാണ് വീണ്ടും പ്രശ്നങ്ങൾ ഇവിടെ ഇനിയും സംഭവിക്കാൻ പോകുന്നത്. വേറെ പ്രത്യേകിച്ചായിട്ട് ഇപ്പോൾ ഒന്നും വരാൻ പോകുന്നില്ല. വീണ്ടും ജനങ്ങൾ ബുദ്ധിമുട്ടും. അത്ര തന്നെ ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം അടുത്ത കടൽ കയറുമ്പോഴത്തേന് കാണണം. അത്ര തന്നെ ഈ നാട്ടുകാരെ എല്ലാവരും പറയാനുള്ളത്. നഗരസഭ ഒന്നും ഈ വിഷയത്തിൽ ക്രിയാത്മകമായിട്ട് ഇടപെടുന്നില്ല. ഇതിന്റെ തൊട്ടടുത്ത വാർഡാണ് നഗരസഭാ ചെയർമാന്റെ വാർഡ്. അദ്ദേഹം കഴിഞ്ഞ മറ്റേ കടൽക്ഷോഭം നടക്കുന്ന കാലത്ത് ഈ ഭാഗത്ത് തിരിഞ്ഞു നോക്കിയിട്ട് വരില്ല. ഈ സബ് കളക്ടറെ തടഞ്ഞന്ന് അദ്ദേഹം വണ്ടി തിരിച്ചു കണ്ട് ഇവിടുന്ന് ഓടിയതാണ്. കാരണം അത്രയും സിറ്റുവേഷൻ വളരെ ഗുരുതരമായിട്ടാണ് ഉള്ളത്. പൊന്നാനി മണ്ഡലത്തിലേക്ക് കോടിക്കണക്കിന് ഉറുപ്പ്യ സർക്കാർ വകയിരുത്തിയിട്ട് ഇവിടുത്തെ MLA വകയിരുത്തുന്നത്. ഇപ്പോൾ കണ്ട ചങ്ങരകുളം മോഡലിലാണ്. ചങ്ങരകുളത്ത് ടൗണൊക്കെ എത്രയോ ലക്ഷം ഉറുപ്പ്യ കൊടുത്തിട്ടാണ്, കോടികൾ കൊടുത്തിട്ട് മോഡിഫിക്കേഷൻ ചെയ്യാണ്. ഈ തീരദേശത്തിനെ ഈ ഗവൺമെൻറ്, ഈ പൊന്നാനി MLA വളരെയധികം അവഗണിക്കുകയാണ്. ഇവിടെ രണ്ടാംകിട പൗരന്മാരായിട്ടാണ് ഈ തീരദേശത്തുള്ള ജനങ്ങളെ ഈ ഗവൺമെന്റ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ അടിയന്തരമായിട്ട് ഇപ്പോൾ മഴക്കാലത്തിന് മുൻപ് എന്തെങ്കിലും ചെയ്താൽ മാത്രമേ ഇതിനൊരു പരിഹാരം നമുക്ക് ബുദ്ധിമുട്ട് വരാതിരിക്കുള്ളൂ. ഇനിയിപ്പോൾ എന്താണ് ചെയ്യാൻ സാധ്യമായിട്ടുള്ളത്? തീർച്ചയായിട്ടും സർക്കാർ ഇപ്പോൾ ഈ മറ്റേ ചെല്ലാനം മോഡലുള്ള വർക്കുകൾ പൊന്നാനി മണ്ഡലത്തിൽ ചെയ്യണം. അതിനിപ്പോൾ ഭരണവശത്തുള്ള MLA മുൻകൈ എടുക്കണം. അദ്ദേഹം വിചാരിച്ചാൽ നടക്കുമല്ലോ കാര്യങ്ങൾ.
ഇതിന് മുമ്പ് ഉണ്ടായിരുന്ന സ്പീക്കർ ഉണ്ടാവുന്ന ടൈമിൽ കോടിക്കണക്കിന് ഉറുപ്പിയാണ് ഓരോ ബഡ്ജറ്റിൽ ഈ തീരദേശത്തിന് വേണ്ടിയിട്ട് വകയിരുത്തിയിരുന്നത്. ആ ഫണ്ടുകളെല്ലാം എവിടെ പോയി എന്നുള്ളൊരു ഇതില്ല. തീരദേശത്തുള്ള ജനങ്ങളെ രണ്ടാം കിട പൗരന്മാരായിട്ടാണ് ഈ ഗവൺമെന്റും പൊന്നാനി MLA കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാണെങ്കിലും വളരെ ഗുരുതരമായ ആക്ഷേപം തന്നെയാണ്. എന്താ പറയുക? കൊല്ലങ്ങൾ കഴിയും തോറും ഉള്ള സ്ഥലം കഷ്ടപ്പെടുകയെന്നുള്ള ആളുകളും ചത്തൊടുങ്ങുകയാണ്. അതൊന്നും ആരും അതിനെ ഒരു ഉദ്യോഗസ്ഥന്മാരും ഒരു മന്ത്രി MLA ആരും ശ്രദ്ധിക്കുന്നില്ല. കയറിക്കൊണ്ടിരിക്കുക. എത്ര ഏക്കർ സ്ഥലങ്ങൾ പോയി. ഇനി ഇത് പോയിക്കൊണ്ടിരിക്കുക പൊന്നാനി നാടേ ഇല്ലാതാവും. അത്തരത്തിൽ ഒഴിവാക്കാൻ ഇവിടുത്തെ MLA ഇത് പ്രവർത്തിക്കുന്നില്ല. വലിയ ആശങ്ക തന്നെയാണ് ഇവർ പങ്കുവച്ചിട്ടുള്ളത്. കാരണം ഓരോ മഴക്കാലത്തും ഇവർ അനുഭവിക്കുന്ന ദുരിതം അത്രമാത്രം വലുതാണ്. നമ്മൾ എല്ലാ വർഷവും അത് നേരിട്ട് കാണുന്നതുമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ മഴക്കാലത്തിന് മുൻപെങ്കിലും ഈ പ്രവർത്തനങ്ങൾ, പ്രതിരോധ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കണം എന്നൊരാവശ്യം ഇവർ ഉന്നയിക്കുന്നത്. സർക്കാർ അടിയന്തരമായിട്ട് ഇതിൽ ഇടപെടും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. ജിഷാദ് വളാഞ്ചേരിക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. തൃശൂർ മണലിപ്പുഴ ഇത്തവണ കരകവിഞ്ഞൊഴുകുമോ എന്ന ആശങ്കയിലാണ് പുഴയുടെ ഇരുകരകളിലും താമസിക്കുന്നവർ. പുഴയിൽ നിറഞ്ഞു നിൽക്കുന്ന കുളവാഴകളും ചണ്ടിയും പുല്ലുമെല്ലാമാണ് ഈ കരകളിൽ താമസിക്കുന്നവരെ ആശങ്കയിലാഴ്ത്തുന്നത്. വർഷകാലത്തിന് മുമ്പായി പുഴ വൃത്തിയാക്കാനുള്ള നടപടികൾ അധികൃതർ സ്വീകരിക്കുന്നില്ല എന്ന് നാട്ടുകാർ പരാതിപ്പെടുന്നു. മണലിപ്പുഴയിൽ ഇപ്പോൾ കിലോമീറ്ററുകളോളം കുളവാഴകളും ചണ്ടിയുമാണ്. മണൽ കുമിഞ്ഞുകൂടുന്നതിന് പുറമെയാണിത്. പുഴയുടെ സ്വാഭാവികമായ ഒഴുക്കിനെ ഇത് തടസ്സപ്പെടുത്തുന്നു. പീച്ചി ഡാമിൽ നിന്നും നേരിട്ട് വരുന്ന പുഴയിൽ വർഷകാലത്ത് ഷട്ടറുകൾ തുറക്കുമ്പോൾ തന്നെ പുഴ കരകവിയാറുണ്ട്. കുളവാഴകൾ നിറഞ്ഞ് ഒഴുക്ക് തടസ്സപ്പെട്ടു നിൽക്കുന്നതിനാൽ ഇത്തവണ വലിയ പ്രതിസന്ധി ഉണ്ടാകുമെന്നാണ് കരകളിൽ താമസിക്കുന്നവർ പറയുന്നത്. പഞ്ചായത്ത് അധികൃതർ വേണ്ട നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ മറ്റൊരു പരാതി. സാധാരണ രീതിയിൽ പീച്ച് തുറന്നു വിടുമ്പോൾ തന്നെ ഇതിലത്തെ വെള്ളം ഞങ്ങളുടെ വീടിന്റെ താഴെ വരെ എത്തും. അപ്പം ഇതുപോലെ ചണ്ടി നിറഞ്ഞു കിടക്കുന്ന അവസ്ഥയിൽ ശരിക്കും വീട്ടിൻ്റെ ഉള്ളിലേക്കൊക്കെ കയറിക്കൊല്ലാം. അപ്പം ഇതൊന്ന് വൃത്തിയായി കിട്ടണം. ഈ പുഴ വീതി കൂട്ടി ഇതിൻ്റെ ചണ്ടികൾ മൊത്തം വാരി കൂട്ടാനായിട്ട് ഒരു സംവിധാനം ഏർപ്പെടുത്തണം. ഒരു 3 മാസം മുമ്പ് മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നിർദ്ദേശിച്ചിട്ട് പഞ്ചായത്തുകാർ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്ന് ഫോട്ടോ എടുത്ത് പോയി. അതല്ലാതെ വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഇത് ഒട്ടനവധി കുടിവെള്ള പദ്ധതികൾ ഇതിൽ ചെയ്യുന്നുണ്ട്. ഇപ്പോഴാണ് 2 ദിവസമാണ് ഈ വെള്ളം ഇപ്പോൾ ഇവിടെ വന്ന് ഉള്ളത്. വളരെയധികം നാശനഷ്ടങ്ങളാണ് വെള്ളം തുറന്നു വിട്ടാണ്ടാവുക. അപ്പോൾ അതില്ലാതെ നീക്കാൻ വേണ്ടി എത്രയും പെട്ടെന്ന് തന്നെ ചണ്ടി നീക്കുകയും ഈ പുഴ വീതി കൂട്ടി അതിന് സംവിധാനം ഉണ്ടാവണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ദിവസങ്ങൾക്ക് മുൻപ് പുഴയിലെ ജലസേചനത്തിനായി ഉപയോഗിക്കുന്ന പമ്പിന്റെ പരിസരം വാട്ടർ അതോറിറ്റി വൃത്തിയാക്കിയിരുന്നു. സമാന രീതിയിൽ പുഴ മഴയ്ക്ക് മുൻപേ വൃത്തിയാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 തൃശൂർ. എറണാകുളം വേങ്ങൂരിൽ മഞ്ഞപ്പിത്ത ബാധയേറ്റ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവർക്കായുള്ള ധനസമാഹരണം ഇന്നു മുതൽ ആരംഭിക്കും. പ്രദേശവാസികളിൽ നിന്നും സുമനസ്സുകളിൽ നിന്നും പണം സ്വരൂപിക്കാനാണ് പഞ്ചായത്തിന്റെ തീരുമാനം. ഇതോടെ പ്രദേശത്ത് മഞ്ഞപ്പിത്തം ബാധിച്ചവരുടെ എണ്ണം 189ആയി. 43 പേരാണ് വിവിധ ആശുപത്രികളിലായി ചികിത്സയിലുള്ളത്. 3 പേരുടെ നില ഗുരുതരമാണ്. വക്കുവള്ളിയിലെ ജലസംഭരണിയാണ് മഞ്ഞപ്പിത്ത ബാധയുടെ ഉറവിടമെന്ന് സ്ഥിരീകരിച്ചതോടെ ജല അതോറിറ്റിക്കെതിരെയും പ്രതിഷേധം ശക്തമാവുകയാണ്. ക്ലോറിനേഷനിൽ വീഴ്ച വരുത്തിയവർക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം. സംസ്ഥാനത്ത് ഈ അധ്യയന വർഷത്തെ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പ്രവേശന നടപടി ഇന്ന് ആരംഭിക്കുകയാണ്. ഏകജാലക സംവിധാനം വഴിയാണ് പ്രവേശനം. ഓൺലൈനിൽ ഈ മാസം 25 വരെ അപേക്ഷ സമർപ്പിക്കാം. hscap.kerala.gov.in വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. വെബ്സൈറ്റിൽ പബ്ലിക് എന്ന വിഭാഗത്തിൽ നിന്ന് വിവരങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. www.admission.dge.kerala.gov.in ക്ലിക്ക് ഫോർ ഹയർ സെക്കൻഡറി അഡ്മിഷൻ വഴിയാണ് അഡ്മിഷൻ സൈറ്റിൽ പ്രവേശിക്കേണ്ടത്. ഒരു റവന്യൂ ജില്ലയിലെ എല്ലാ സ്കൂളിലേക്കുമായി ഒരൊറ്റ അപേക്ഷ നൽകിയാൽ മതി. എന്നാൽ മറ്റു ജില്ലകളിൽ താല്പര്യമുണ്ടെങ്കിൽ പ്രത്യേകം അപേക്ഷിക്കണം. അപേക്ഷാ ഫീസായ 25 രൂപ പ്രവേശന സമയത്ത് അടച്ചാൽ മതിയാകും. സർട്ടിഫിക്കറ്റുകൾ അപേക്ഷയോടൊപ്പം നൽകേണ്ടതില്ല. +1 പ്രവേശനത്തിനുള്ള ട്രയൽ അലോട്ട്മെന്റ് മെയ് 29 നടക്കും. ആദ്യ അലോട്ട്മെന്റ് ജൂൺ 5-നും, രണ്ടാമത്തെ അലോട്ട്മെന്റ് ജൂൺ 12-നും, മൂന്നാമത്തെ അലോട്ട്മെന്റ് ജൂൺ 19-നുമായിരിക്കും നടക്കുക. ജൂൺ 24-ന് ക്ലാസുകൾ തുടങ്ങാനാണ് തീരുമാനം. തൃശൂർ പൂരത്തിനിടെ വിദേശ വനിതയെ അപമാനിച്ച പ്രതി പിടിയിലായി. പാലക്കാട് ആലത്തൂർ സ്വദേശി മധു എന്ന് വിളിക്കുന്ന സുരേഷാണ് പിടിയിലായത്. വിദേശ വ്ളോഗറായ യുവതി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ പോലീസ് പിടികൂടിയത്. ഒരാഴ്ച മുൻപ് യുവതി ഇമെയിൽ വഴി തൃശൂർ സിറ്റി പോലീസിന് പരാതി നൽകുകയായിരുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ തൃശൂർ ഈസ്റ്റ് പോലീസ്
വീഡിയോ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തി. കോടതി റിമാൻഡ് ചെയ്ത പ്രതിയെ ജയിലിലെത്തിക്കാൻ മണിക്കൂറുകൾ വൈകി. 1.25 കിലോമീറ്ററോളം ദൂരം സഞ്ചരിക്കാൻ പോലീസ് എടുത്തത് 3.25 മണിക്കൂറാണ്. പോലീസിനെതിരെ കോടതിയെ സമീപിച്ചിരിക്കുകയാണ് അറസ്റ്റിലായ പൊതുപ്രവർത്തകൻ അജിത് കൊടകര. CAക്കെതിരായ കേസിൽ മജിസ്ട്രേറ്റിനെ ഒന്നാം സാക്ഷിയാക്കി കോടതിയിൽ സമർപ്പിച്ച് നിർണായക നീക്കമാണ് നടത്തുന്നത്. ക്വാറി ഉടമയെ ഭീഷണിപ്പെടുത്തി എന്ന കേസിൽ കൊടകര സ്വദേശി അജിത് 2020 നവംബർ 17-നാണ് അറസ്റ്റിലായത്. 5 മണിക്ക് റിമാൻഡ് ചെയ്തു. 1.5 കിലോമീറ്ററിൽ താഴെ ദൂരത്തുള്ള സബ് ജയിലിലേക്ക് നടന്നുപോയാലും അരമണിക്കൂറിന് മുമ്പ് എത്തും. എന്നാൽ പോലീസ് ജീപ്പിൽ എത്തിച്ചത് 3.25 മണിക്കൂർ കൊണ്ട്. ഇത് ചോദ്യം ചെയ്ത് അറസ്റ്റിലായ അജിത് കോടതിയെ സമീപിച്ചു. ഇടയ്ക്ക് ഭക്ഷണം കഴിക്കാൻ കയറിയെന്നാണ് പോലീസിന്റെ വിശദീകരണം. ഇവർ പറയുന്നത് ഭക്ഷണം കഴിക്കാൻ സമയമെടുത്തെന്ന് പറയുന്നത്. ഭക്ഷണം കഴിക്കാന്ന് വെച്ചാൽ ആകെ 2 ചപ്പാത്തിയും ഒരു വെജിറ്റബിൾ കറി മാത്രമാണ് കഴിച്ചത്. അത് ചപ്പാത്തി ഉണ്ടാക്കിയും വെജിറ്റബിൾ കറി ഉണ്ടാക്കിയും കഴിക്കണമെങ്കിൽ അത്ര സമയം വരില്ല. ഇത്ര സമയം അവിടെ ഡിലേ വന്നത് ഇന്ന കാരണങ്ങളാണെന്ന് ചൂണ്ടിക്കാണിച്ചത്. അല്ലെങ്കിൽ ഡിലേ വരേണ്ട ആവശ്യമില്ലല്ലോ. കാരണം മെഡിക്കലും കഴിഞ്ഞു, റിമാൻഡ് റിപ്പോർട്ടായി. 5 മണിക്ക് ശേഷം ആ കോടതിയിലെ ചാർജ് ചാലക്കുടി മജിസ്ട്രേറ്റിനാണ്. ഒരു കാരണവശാലും ഇരിഞ്ഞാലക്കുട മജിസ്ട്രേറ്റിന് 5 മണിക്ക് ശേഷം ആ കോടതിയിൽ ഇരിക്കാൻ സാധിക്കില്ല. അത്തരത്തിലുള്ള ഒരു നിയമം അവിടെയുള്ള സമയത്ത് എന്തുകൊണ്ട് 3.25 മണിക്കൂർ ഡിലേ ആയെന്ന് പോലീസ് ഉണ്ടാക്കിയേക്കുന്ന റിപ്പോർട്ട് എങ്ങനെയാണ് ഭക്ഷണം കഴിക്കാനെന്ന്. ക്വാറി ഉടമയ്ക്ക് വേണ്ടി ഒത്തുതീർപ്പിന് ഇരിങ്ങാലക്കുടയിലെ ഒരു ഹോട്ടലിലേക്കാണ് തന്നെ കൊണ്ടുപോയതെന്നാണ് അജിത് പറയുന്നത്. സ്റ്റേഷനിൽ നിന്ന്, അതായത് ഈ മെഡിക്കൽ എടുത്ത് ജയിലിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്, ജുഡീഷ്യൽ കസ്റ്റഡി സ്പെഷ്യൽ സബ് ജയിലിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് 1.2 കിലോമീറ്റർ മാത്രം, 1 കിലോമീറ്റർ 2 പോയിന്റ് മാത്രമുള്ള ഇരിഞ്ഞാലക്കുട സ്പെഷ്യൽ സബ് ജയിലിലേക്ക് എത്തിയത് 3.25 മണിക്കൂർ കഴിഞ്ഞിട്ടാണ്. 3 മണിക്കൂറും 20 മിനിറ്റും കഴിഞ്ഞിട്ടാണ്. ഇത്ര വലിയൊരു ഡിലേയാണ് വന്നത്. അത് ബോബന് മോളിൽ എന്ന് പറഞ്ഞ റെസ്റ്റോറൻ്റ് ഉണ്ട്. ആ റെസ്റ്റോറൻറ്റിലാണ് നമ്മളെ കൊണ്ടുപോയി റെസ്റ്റോറൻറ്റിൽ ഒരു പാറമടക്കാരൻ, കൊച്ചിയിലെ പാറമടക്കാരൻ, ഇഡിയും വിജിലൻസൊക്കെ അന്വേഷണം നടത്തുന്ന അനധികൃതമായി പണം സമ്പാദിച്ചു, അനധികൃതമായിട്ട് സ്ഫോടക വസ്തു കൊണ്ടുപോയി പാറ പൊട്ടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴും ഒരുപാട് കേസുള്ള ഒരു പാറമടക്കാരനുണ്ട്. അയാൾക്കെതിരെ ഞാൻ കൊടുത്ത കേസുകളും അതുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങൾ സെറ്റിൽമെൻറ്റിന് വേണ്ടി ഒരു ചർച്ച നടത്തി. ആ ചർച്ച നടത്തിക്കൊണ്ട് മാത്രമാണ് നേരം വൈകിയത്. കേസ് പരിഗണിക്കുന്ന മജിസ്ട്രേറ്റ് സ്വന്തം മൊഴി രേഖപ്പെടുത്തുന്ന പതിവില്ലാത്തതിനാൽ തുടർ നടപടികൾ എന്താകുമെന്ന കാത്തിരിപ്പിലാണ് പരാതിക്കാരൻ. അഭിഭാഷകൻ കൂടിയായ അജിത് ഫയൽ ചെയ്ത അന്യായത്തിൽ കൊടകര CI ആണ് എതിർകക്ഷി. ന്യൂസ് 18 തൃശൂർ. ഡൽഹി മദ്യനയ കേസിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ഹർജി ഇന്ന് വീണ്ടും സുപ്രീം കോടതി പരിഗണിക്കുന്നുണ്ട്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഹർജി നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി സമർപ്പിച്ച ഹർജിയാണ് കോടതി പരിഗണിക്കുന്നത്. കേസിൽ കെജ്രിവാളിന് ഇടക്കാല ജാമ്യം അനുവദിച്ചിരുന്നു. പരാതി നൽകിയിട്ടും ഫലമില്ലാതെ വന്നതോടെ സ്വന്തമായി കുളങ്ങൾ കുഴിച്ച് കുടിവെള്ള പ്രശ്നം പരിഹരിച്ചിരിക്കുകയാണ് മൂലമറ്റം നച്ചാർ കോളനിയിലെ കുടുംബങ്ങൾ. 16 കുടുംബങ്ങളാണ് ഈ കടുത്ത വേനലിലും കുടിവെള്ളം ലഭിക്കാതിരുന്നപ്പോൾ സ്വന്തമായി വെള്ളം കണ്ടെത്തി പ്രശ്നം പരിഹരിച്ചത്. പഞ്ചായത്തിൽ നിവേദനങ്ങൾ നൽകി മടുത്ത മൂലമറ്റം നച്ചാർ കോളനിയിലെ കുടുംബങ്ങളാണ് സ്വന്തമായി 2 കുളങ്ങൾ കുഴിച്ച് കുടിവെള്ള പ്രശ്നം പരിഹരിച്ചത്. 12 അടിയോളം ആഴവും 9 അടിയോളം വീതിയുമുള്ള 2 കുളങ്ങളാണ് കോളനി നിവാസികളായ ഷിഹാബിന്റെയും ബെഞ്ചമിന്റെയും പ്രസാദിന്റെയും നേതൃത്വത്തിൽ കുഴിച്ചത്. ഇതോടെ 16 കുടുംബങ്ങൾക്ക് യഥേഷ്ടം വെള്ളവും ലഭിച്ചു തുടങ്ങി. നച്ചാറിന്റെ തീരത്താണ് കോളനിയെങ്കിലും വേനലിലും വർഷത്തിലും ഇവർക്ക് കുടിവെള്ളത്തിന് സ്ഥിരം സംവിധാനമില്ലായിരുന്നു. പുറമ്പോക്കിൽ കഴിയുന്നതിനാൽ ജല അതോറിറ്റിയുടെ വെള്ളവും ഇവർക്ക് അന്യമാണ്. തൊട്ടടുത്ത് വൈദ്യുതി ബോർഡ് കോളനി നിവാസികൾക്കായുള്ള ജലവിതരണ പൈപ്പുകൾ എത്തുന്നുണ്ട്. പക്ഷേ ഈ കുടുംബങ്ങൾക്ക് വെള്ളം എത്തിക്കാൻ സംവിധാനമുണ്ടായിരുന്നില്ല. നമുക്ക് കഴിഞ്ഞ പ്രളയം വന്നപ്പം നമ്മുടെ കിണറുകളിലെല്ലാം വെള്ളം കയറി മൊത്തം നശിച്ചായിരുന്നു. പിന്നെ അത് എല്ലാവരും കൂടി തേകവും കാര്യങ്ങളും എല്ലാം ചെയ്തു. അപ്പോൾ ഈ പ്രാവശ്യം വേനൽ വന്നപ്പം എല്ലാ പ്രാവശ്യത്തെക്കാളും ഭയങ്കരമായിട്ട് പറ്റിയപ്പോഴേക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും വെള്ളം, കുടിവെള്ള ക്ഷാമം, കുളിക്കാൻ, അലക്കാൻ ഒന്നിനും തന്നെ വെള്ളമില്ലാണ്ട് വന്നു. അപ്പം അമ്മമാരും എല്ലാവരും കഷ്ടപ്പെടുന്നുണ്ടപ്പോൾ ഞങ്ങൾ ചെറുപ്പക്കാരെല്ലാവരും കൂടെ തീരുമാനിച്ചു ഒരു ആറ്റിലൊരു കുഴി എടുത്ത് നോക്കിയാൽ വെള്ളം എങ്ങനെ ഉണ്ടാകുന്നു. അങ്ങനെ ഒരെണ്ണം എടുത്ത് നോക്കിയപ്പം വെള്ളം നല്ല രീതിയിലുണ്ട്. അപ്പം അവിടെയുള്ള ഒരു 3-4 കുടുംബക്കാർ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പറ്റുന്ന രീതിയിൽ എല്ലാവരും ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ സഹായിച്ചിട്ടുണ്ട്. ഇപ്പം വെള്ളത്തിന് കുഴപ്പമൊന്നുമില്ല, കുടിവെള്ളമുണ്ട്. അത്യാവശ്യം എല്ലാവരും തന്നെ അവിടെ വന്ന് മോട്ടർ വെച്ച് വെള്ളം എടുക്കുന്നുണ്ട്. അല്ലാണ്ട് കോരിക്കൊണ്ട് പോകുന്നവരുണ്ട്. ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും വന്ന് വെള്ളം എടുക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. അതിൽ
ഇപ്പം എന്നായാലും ഞങ്ങളുടെ ഭാഗത്ത് വെള്ളത്തിനൊന്നും യാതൊരു പ്രശ്നമില്ല. കോളനിയിൽ ഏതാനും വീടുകൾക്ക് കിണറുകളുണ്ട്. മറ്റുള്ളവർക്ക് ഇപ്പോഴും ആശ്രയം ആറിനരികിൽ കുഴിക്കുന്ന കുഴികളാണ്. മഴ മാറാതെ നിന്നാൽ വർഷക്കാലത്ത് ചെളിവെള്ളമാണ് കിട്ടുക. വേനൽ കൂടുന്നതോടെ എല്ലാ വർഷവും ഈ മേഖലയിൽ വെള്ളത്തിന് വലിയ പ്രശ്നമാണുള്ളത്. 30 വർഷം മുൻപ് ഇവിടെ കുടിവെള്ളമെത്തിക്കാൻ പഞ്ചായത്ത് പദ്ധതി പരിഗണിച്ചിരുന്നു. അതിനായി പൈപ്പുമിട്ടു. പക്ഷേ വെള്ളം മാത്രം വന്നില്ല. കോളനി നിവാസികൾ എല്ലാ തലങ്ങളിലുമുള്ള ജനപ്രതിനിധികൾക്ക് നിവേദനം നൽകലും പരാതി പറച്ചിലും തുടർന്നെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ല. ഞങ്ങളിവിടെ വന്നിട്ട് 45 വർഷമായി. അന്ന് മുതൽ ഇതുവരെ ഇങ്ങനത്തെ ഒരു ഉണക്കമുണ്ടായിട്ടില്ല. അപ്പോൾ വെള്ളം വേണ്ട കുടിക്കുക. ഞങ്ങൾ എന്നും 800 രൂപ വെച്ച് ഞങ്ങൾക്ക് നല്ല വെള്ളച്ചെലവുണ്ട്. 800 രൂപ വെച്ച് വെള്ളം അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ എല്ലാ ദിവസവും ഇപ്പോൾ 800 രൂപയ്ക്ക് ഇവിടെ പോകും. അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ പിള്ളേരെല്ലാവരും കൂടെ കുടിയിനകത്ത് ആറ്റിൽ ഉള്ളിൽ കുഴിച്ചു. അതിൽ നിന്ന് ഞങ്ങൾ എത്ര പേർക്ക് വേണമെങ്കിലും വെള്ളം എടുക്കാം. വെള്ളം ഇഷ്ടം പോലെയുണ്ട്. ഞങ്ങൾ 2-3 വീട്ടുകാർ പതിൽ ഇട്ടിട്ടുള്ള വേറെ അപ്പുറത്തേക്കും കുഴിച്ചിട്ടുണ്ട്. അതിനകത്തുനിന്ന് വേറെ അപ്പുറത്തെ സൈഡിലുള്ളവരെടുക്കുന്നു. ഇവിടെ നിന്ന് ഞങ്ങൾ 2-3 വീട്ടുകാരെടുക്കുന്നു. ഇനി വേണമെങ്കിൽ വെള്ളം എല്ലാവർക്കും ഇതില്ല, മോട്ടറില്ലാത്തതുകൊണ്ട് ഓസി പിടിച്ച എല്ലാവരും കൊണ്ടുപോകും. ഈ വർഷത്തെ കൊടും വേനൽ ശരിക്കും കോളനിക്കാരെ ദുരിതത്തിലാക്കി. 6 വറ്റി വരണ്ടു. കിണറുകളെല്ലാം തന്നെ വറ്റി. ഇവിടത്തുകാർ പണം കൊടുത്ത് വെള്ളം വാങ്ങേണ്ട ഗതികേടിലുമായി. 500 ലിറ്റർ വെള്ളത്തിന് 700 രൂപയാണ് വില. അതും കിട്ടാൻ പ്രയാസമായതോടെയാണ് കോളനി നിവാസികൾ ഒത്തുകൂടി പിരിവിട്ട് പണം സമാഹരിച്ച് കുളം കുഴിച്ചത്. ന്യൂസ് 18 തൊടുപുഴ. തണ്ണിമത്തൻ കൃഷിയിൽ 100 മേനി കൊയ്ത് കണ്ണൂർ കണ്ണപുരം കീഴറയിലെ പ്രവീണും സുരേഷും 1.5 ഏക്കറിലാണ് 6 ഇനം തണ്ണിമത്തൻ വിളയിച്ചെടുത്തത്. കണ്ണപുരം കീഴറയിലെ പ്രവീൺ ചെരിച്ചലും കെ സുരേഷനും തണ്ണിമത്തൻ കൃഷിയുടെ പെരുമയുമായി മുന്നേറുകയാണ്. ഈ വർഷം 1.5 ഏക്കറിലായി മഞ്ഞ, ഓറഞ്ച്, ചുവപ്പ് നിറത്തിലുള്ള 6 ഇനം തണ്ണിമത്തനും പച്ചക്കറിയും ഇവർ കൃഷി ചെയ്തു. ഇതുവരെയായി 20 ടൺ തണ്ണിമത്തനും മറ്റു പച്ചക്കറികളും വിളവെടുത്തു. 1.5 ഏക്കർ സ്ഥലത്താണ് ഈ കൃത്യത കൃഷി നടപ്പിലാക്കിയത്. നമുക്കറിയാം, സമൂഹത്തിന് നല്ല ഭക്ഷണം പ്രദാനം നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടി വിഷരഹിതമായ തണ്ണിമത്തനാണ് ഇപ്രാവശ്യം കൃഷി ചെയ്തിട്ടുള്ളത്. 6 വെറൈറ്റിയാണ് ഇവിടെ കൃഷി ചെയ്തിട്ടുള്ളത്. കൃഷിയിടത്തിൽ തന്നെ വിപണനം നടത്തുന്നതിനാൽ അർബൻ മാർക്കറ്റ് വിപണന സംവിധാനം കൃഷിവകുപ്പ് അനുവദിച്ചിട്ടുണ്ട്. കണ്ണപുരം പഞ്ചായത്ത് അംഗങ്ങളുടെ സഹകരണത്തോടെ സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തി നടത്തിയ വിപണനം ഇടനിലക്കാരെ ഒഴിവാക്കാനുമായി. കൂടാതെ കൃഷിവകുപ്പ് സ്റ്റേറ്റ് ഹോർട്ടി മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഏക്കറിന് 36,000 രൂപ എന്ന തോതിൽ ധനസഹായവും നൽകുന്നുണ്ട്. ന്യൂസ് 18 കണ്ണൂർ. പനയോല കൊണ്ട് ഈ കുട നിർമ്മിക്കുന്ന അതിൽ സജീവമായിരിക്കുന്ന ഒരു സഹോദരനെ പരിചയപ്പെടുത്താം. കോഴിക്കോട് പേരാമ്പ്ര വാളൂരിലുള്ള ബാലകൃഷ്ണ പണിക്കരും കാർത്തിയാനിയുമാണത്. ക്ഷേത്രങ്ങളിലെ ചടങ്ങുകൾക്കും കാർഷിക ഉത്സവങ്ങൾക്കും ഇന്നും ഓലക്കുടകൾക്ക് ഒരുപാട് ആവശ്യക്കാരുണ്ട്. നാട്ടിൻപുറങ്ങളിൽ നിന്നും ഈറ്റമുളകൾ ഇല്ലാതായിരിക്കെയാണ്. വീടിനോട് ചേർന്നാണ് ഇവ പരിപാലിച്ചു വരുന്നത്. പരമ്പരാഗതമായി ക്ഷേത്രങ്ങളിലേക്ക് നേർച്ചയായും ഉത്സവ ചടങ്ങുകൾക്കും ഓലക്കുട നിർമ്മിച്ചു വരുന്നവരാണ് വാളൂരിലെ ബാലകൃഷ്ണ പണിക്കരും സഹോദരി കാർത്തിയായനിയും. ഇതെന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടപ്പാടുള്ള പണിയാണ്. അതുകൊണ്ട് ഇനിയുള്ള കാലത്ത് ആരും എടുക്കാൻ വെക്കാനൊന്നുമില്ല. വലിയമ്മയ്ക്ക് 7 മക്കളായിരുന്നു. ഓലെല്ലാം കിട്ടുന്ന ആൾക്കാരോ ഓലെല്ലാം എല്ലാവരും പോയി, ആരുമില്ല. അപ്പോൾ അമ്പകയിൽ ഞാനും ഇവനും മാത്രമേ ഉള്ളൂ. ഞങ്ങളിപ്പോൾ അങ്ങനെ അത്യാവശ്യം അമ്പലത്തിലേക്ക് പറഞ്ഞാലും ഇങ്ങനെ അത്യാവശ്യം കെട്ടിക്കൊടുക്കും. സാധനങ്ങളൊക്കെ പണ്ട് കാലങ്ങളിൽ പിടിയെന്ന് പേരാമ്പ്ര പോയി വാങ്ങുന്നതായിരുന്നു. ഇപ്പോൾ ഇവനല്ല അച്ഛൻ കൂടി കൊണ്ടുവച്ചുണ്ടാക്കിയതായി സാധനം യോടാന്ന് പറഞ്ഞ്. കുട നിർമ്മാണത്തിന് ദിവസങ്ങൾക്കു മുൻപ് പനയോലയും ഈറ്റമുളയും പാകപ്പെടുത്തണം. തുടർന്ന് നിർമ്മാണം തുടങ്ങിയാൽ 2 ദിവസമെടുക്കും പൂർത്തിയാക്കാൻ. ക്ഷേത്ര ആവശ്യങ്ങൾക്കും ഓണക്കാലങ്ങളിലെ മാവേലിക്കും ഓണപ്പൊട്ടനും വാമനനുമെല്ലാം ചൂടാൻ ഓലക്കുടകൾക്ക് ആവശ്യക്കാർ ഏറെയുണ്ട്. തൊപ്പിക്കുടയ്ക്ക് 800 രൂപയും കാൽക്കുടയ്ക്ക് 1000 രൂപയുമാണ് വില. അധ്വാനത്തിനും ഇന്നത്തെ ജീവിത രീതിക്കനുസരിച്ചുള്ള കൂലിയും ഇതിൽ നിന്ന് ലഭിക്കുന്നില്ല. തൊഴിലുറപ്പ് ജോലിയാണ് വരുമാനത്തിനുള്ള മാർഗം. എങ്കിലും പാരമ്പര്യമായി ലഭിച്ച ഈ തൊഴിലിൽ ആശ്വാസം കണ്ടെത്തുകയാണ് ഇവർ. ന്യൂസ് 18 പേരാമ്പ്ര. കോടമഞ്ഞ് മൂടുന്ന ഇടുക്കി കാന്തല്ലൂരിലെത്തിയാൽ പഴവർഗ്ഗങ്ങൾ വിളയുന്ന ധാരാളം കൃഷിത്തോട്ടങ്ങളുണ്ട്. അത്തരമൊരു കൃഷിയിടത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. കർഷകനായ ബാബുവിൻ്റേതാണ്. ആപ്പിളും ഓറഞ്ചും പ്ലമ്മും മാതളവും എല്ലാം വിളഞ്ഞു കിടക്കുന്ന മനോഹര കാഴ്ച കാണാൻ നിരവധി സഞ്ചാരികളാണ് ഇവിടേക്ക് എത്തുന്നത്.
സഞ്ചാരികൾ ധാരാളമായി എത്തുന്ന ഇടുക്കി കാന്തല്ലൂരിലെ മനോഹര കാഴ്ചകളിൽ ഒന്നാണ് പഴവർഗ്ഗങ്ങൾ വിളയുന്ന കൃഷിയിടങ്ങൾ. കാർഷിക മേഖലയും വിനോദസഞ്ചാര മേഖലയും ഒത്തുപോകുന്നു എന്നതാണ് കാന്തല്ലൂരിന്റെ പ്രത്യേകത. പച്ചപുതച്ച കൃഷിയിടങ്ങളിൽ പഴവർഗ്ഗങ്ങൾ മൂപ്പെത്തി പാകമായി വരുന്ന കാഴ്ച സഞ്ചാരികൾക്ക് കൗതുകം നൽകുന്നതാണ്. അത്തരമൊരു കൃഷിയിടമാണ് കർഷകനായ ബാബുവിൻ്റേത്. ആപ്പിളും ഓറഞ്ചും പ്ലംസും മൾബറിയും മാതളവുമെല്ലാം വിളഞ്ഞു കിടക്കുന്ന മനോഹര കാഴ്ച ബാബുവിന്റെ കൃഷിയിടത്തിലെത്തിയാൽ കാണാം. കേരളത്തിൽ ആപ്പിൾ വിളയുന്ന അപൂർവ സ്ഥലങ്ങളിൽ ഒന്നാണ് കാന്തല്ലൂർ. കൃഷിയിടം കാണാൻ സഞ്ചാരികൾ ധാരാളമായി എത്തുന്നുവെന്ന് ബാബു പറയുന്നു. ഞാനിവിടെ വന്നിട്ട് ഒരു 48 വർഷത്തോളമായി. ഇവിടെ പലതരം കൃഷികൾ ചെയ്ത് പരാജയപ്പെട്ട അവസാനം ഇങ്ങനെ ഒരു കൃഷിയിലേക്ക് തിരിഞ്ഞു. ഏതാണ്ട് കോവിഡ് കാലം മുതൽ അതിന് ശേഷം ഈ ടൂറിസ്റ്റുകളെ അകത്തേക്ക് പ്രവേശിപ്പിക്കുന്നുണ്ട്. അതിനു മുമ്പ് അകത്ത് വിടുകയില്ലായിരുന്നു. ഇവിടുത്തെ ഉൽപ്പന്നങ്ങൾ ഇവിടെ വാങ്ങാം, അപ്പോൾ തോട്ടത്തിനുള്ളിലേക്ക് വിടുകയില്ല. ഇപ്പോൾ നിശ്ചിത ഫീസ് വാങ്ങി അകത്തേക്ക് വിടുന്നുണ്ട്. ഇവിടെയുള്ള ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളെല്ലാം ഇവിടെ തന്നെയാണ് വിൽക്കുന്നത്. പിന്നെ ഗസ്റ്റുകൾ വരുന്ന അവരുടെ സൗകര്യം അനുസരിച്ച് കൂടെ ഗൈഡിനെ വിടും, അവർ പറഞ്ഞു കൊടുക്കും. സ്നോലൈൻ എന്ന പേരിലുള്ള ബാബുവിന്റെ ഫാമിൽ രാവിലെ മുതൽ കൃഷിയിടം കാണാൻ സന്ദർശകർക്ക് അവസരമുണ്ട്. ഫാമിലേക്ക് പ്രവേശിക്കുവാൻ ഫീസുണ്ട്. ഫാമിൽ നിന്നു തന്നെ ശേഖരിച്ചിട്ടുള്ള പഴവർഗ്ഗങ്ങൾ ആവശ്യക്കാർക്ക് വാങ്ങുകയും ചെയ്യാം. സബർജില്ലിയും മരത്തക്കാളിയും മുസാമ്പിയും തുടങ്ങി 14 ഇനങ്ങളോളം പഴവർഗ്ഗങ്ങൾ ബാബുവിന്റെ കൃഷിയിടത്തിലുണ്ട്. ഇതുപോലുള്ള വിവിധ കൃഷിയിടങ്ങളും കൂടിയാണ് കാന്തല്ലൂരിന്റെ മനോഹാരിത കൂട്ടുന്നത്. ന്യൂസ് 18 കാന്തല്ലൂർ. ഒരു രാജ്യാന്തര വാർത്തയിലേക്ക് കൂടി പോവുകയാണ്. വെടിയേറ്റ സ്ലൊവാക്യൻ പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയുടെ നില ഗുരുതരമായി തുടരുകയാണ്. ഹാൻലോവയിൽ മന്ത്രിസഭാ യോഗം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴാണ് റോബർട്ട് ഫിക്കോയ്ക്ക് വെടിയേൽക്കുന്നത്. റോബർട്ട് ഫിക്കോയ്ക്ക് നേരെ വധശ്രമം ഉണ്ടായതായി സർക്കാർ വൃത്തങ്ങൾ സമൂഹ മാധ്യമങ്ങളിലായിരുന്നു അറിയിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ വാർത്തകളൊക്കെ ചേർന്ന് മോർണിംഗ് വൈബ്സ് പൂർത്തിയാക്കാനുള്ള സമയമായി. നാളെ വീണ്ടും കാണാം. നമസ്കാരം. ആംഗലം പെങ്ങളും